നമസ്കാരം 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 വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നമ്മുടെ ചാനലിന്റെ ഏറ്റവും സ്വന്തം നമ്മുടെയൊക്കെ എന്താ പറയാ നമ്മുടെ ചാനലിൽ ഏത് സമയത്ത് നമ്മൾ വിളിച്ചാൽ വരുന്ന നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും ജോയിൻ ചെയ്യുന്ന നമ്മുടെ എവരെയും പ്രിയപ്പെട്ട ഷിയാസിക്കാണ്. സോ നമസ്കാരം. അതെ അതെ വിളിച്ച ഓടി വരുന്ന ഒത്തിരി വർഷങ്ങളായിട്ട് കല്യാണം മുതല് ഈ കുട്ടിയുടെ നൂലിയേട്ടനും ഉണ്ടാവും, എല്ലാ പരിപാടിക്കും ഉണ്ടാവും. അതെ ആദ്യം ഷിയാസിക്കയുടെ കുട്ടിയുടെ ചടങ്ങിന് ഞാൻ വരുന്നതായിരിക്കും. എന്നെക്കാളും മുമ്പ് നിങ്ങളെ കല്യാണം കഴിച്ചേ ഞാൻ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ചടങ്ങിന് വെയിറ്റ് ചെയ്ത് ഞാനൊരു വൈഫും കൂടി വരാൻ വേണ്ടിട്ട് എന്തായാലും എന്തെങ്കിലും ആവട്ടെ, അത് പോട്ടെ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ക്രിസ്മസ്, ഓണം, വിഷു, റംസാൻ എന്ത് വന്നാലും മൈൽ സ്റ്റോൺ ഒപ്പം. കാര്യം എനിക്ക് മൈൽ സ്റ്റോൺ ഞാനൊരു ഇതായിട്ട് പറഞ്ഞല്ല, എനിക്ക് ഓണത്തിന് എന്തൊക്കെയോ കൊണ്ട് തന്നിരുന്നു, പായസമോ എന്തൊക്കെയോ, അതുപോലെ ക്രിസ്മസിനും കേക്ക് തന്നിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് എനിക്ക് അങ്ങനെ ഒരു ടീം തരാറില്ല പൊതുവെ, അതൊരു വല്ലാത്തൊരു അത് ഞങ്ങളുടെ ഒരു ആചാരമാണ്. എല്ലാ നല്ല മുഹൂർത്തങ്ങളിലും നമ്മുടെ ഒപ്പം നിന്നവർക്ക് അതിൽ ചേട്ടൻ പ്രധാന പങ്കാണ്. താങ്ക് യു. അത് ഭയങ്കര അപ്പവും പിന്നെ ഹസ്ബൻഡും അതിന്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. ഇങ്ങനെ ലൈഫ് ഇസ് ഗോയിങ് ഓൺ. എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, ഞാൻ കല്യാണം കഴിച്ചപ്പോ 1 വർഷം ആകാൻ പോകുന്നു. ഈ നവംബർ 25-ാം തീയതി എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എന്റെ വെഡിങ് ആനിവേഴ്സറി അന്ന് തന്നെ എന്റെ വൈഫിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. നല്ല ഈ മാസം എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മാസം കൂടിയാണ്. അതുപോലെ ഡിസംബർ 2-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ ഒരു അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ നല്ല ദിവസങ്ങളായിട്ട് എന്റെ ലൈഫിൽ. പിന്നെ ഇപ്പൊ ബിഗ് ബോസ് പോയിട്ടിരിക്കുന്നു. അനുമോള് കപ്പെടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഇരട്ടി മധുരമായിരിക്കും. ഈ നവംബർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അനുമോളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, നമ്മളെ അനുമോൾ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മറക്കാൻ പറ്റാത്ത ഒരു മാസമായിരിക്കും ഈ പറഞ്ഞ നവംബർ. അനുമോളൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അനുമോള് നിങ്ങളൊരു സഹോദര തുല്യാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ വൈഫിന് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോ ഇവിടെ ഞാൻ വൈഫ് ഹൗസിലായിരുന്നു, കൊച്ചിയിലാണ് നമ്മളുള്ളത്. ആക്ച്വലി എന്താ പറയാ, മൈൽ സ്റ്റോൺ എപ്പോഴാണ് വിളിക്കുക. എനിക്ക് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഇന്റർവ്യൂ തരാൻ പറ്റാതെ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരാണ്. പിന്നെ സ്റ്റിൽ എനിക്ക് എന്തായാലും ഇപ്പൊ ഒരു ഇന്റർവ്യൂ തരണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ബിഗ് ബോസിന്റെ കുറച്ച് വിശേഷങ്ങളും ലൈഫിൽ. ജ്യൂസ് വന്നല്ലോ ചേട്ടാ, എനിക്ക് മധുരം ഇടാത്ത ജ്യൂസ് മതി കേട്ടോ. റിട്ടേൺ മധുരം ഇടാതെ കൊണ്ടാൽ മതി. ഞാൻ ഷുഗർ കട്ടിങ് ആണ്, ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഷുഗർ എടുക്കാറില്ല. പിന്നെ അവിടെ വെച്ചോ, ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പൊ ഈ ജ്യൂസ് കുടിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ. എനിക്ക് മധുരം ഇടാതെ എന്ത് ജ്യൂസാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് മധുരം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ജ്യൂസിൽ ഓൾറെഡി ഫ്രൂട്ട്സിൽ മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൽ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഷുഗർ ഒരു വിഷമാണെന്ന് കരുതുന്ന ഒരാളാ. സീരിയസ്ലി. ഞാൻ ഷുഗർ ഞാനൊരു 1.5 ഇയർ എന്റെ ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട് ഞാൻ ഷുഗർ എടുക്കില്ല. പക്ഷെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വണ്ണം വെച്ചായിരുന്നു. ഇപ്പൊ ഒന്ന് റെഡ്യൂസ് ചെയ്ത് വന്നിട്ടിരിക്കുക, വർക്കൗട്ട് ഒക്കെ ചെയ്ത്. ഷുഗർ ഞാൻ എടുക്കാറില്ല എന്തായാലും. എന്നാലും ഞാൻ പക്ഷെ ഷുഗർ എടുക്കുന്നില്ലെങ്കിലും ഇപ്പോ എന്റെ വൈഫ് ഈ പറഞ്ഞ പിസ്സ, ബർഗർ കഴിക്കാറുണ്ട്. അതിനോട് കഴിക്കും. പിന്നെ ഉമ്മ ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടായിരുന്നു, നെയ്ച്ചോറും ബീഫും അങ്ങനെ തേങ്ങയൊക്കെ, അതൊക്കെ എടുത്ത് കഴിക്കായിരുന്നു. ഇപ്പൊ ഒരു പരിപാടി ഇല്ല, ഒരു പ്രോപ്പർ ഡയറ്റിൽ ഫോളോ ചെയ്ത് പോകുന്നു. ഇപ്പൊ ഞാൻ എന്റെ കൂടെ വന്നപ്പോ കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കി തുടങ്ങി. നേരത്തെ അങ്ങനെ നോക്കലൊന്നുണ്ടായില്ല. ഇല്ല, ജിമ്മില് 2 ദിവസം പോയി. ജിമ്മൊന്നും ചെയ്യാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എന്നാലും ആളെന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഇപ്പത്തെ പുള്ളിക്കാരുടെ ഏജിന്റെ ഒരു ഇതുകൊണ്ട് അധികം വണ്ണം വെക്കാതെ ഇരിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യും. അവള് ഷുഗർ എടുക്കാറില്ല. എന്റെ കൂടെ കൂടിയപ്പോൾ ഷുഗർ അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷം. എനിക്ക് ഇക്കോട് പലപ്പോഴും ചോദിക്കാം, എനിക്ക് എടുത്ത തീരുമാനമാണ്. സാധാരണ നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ ആക്ടറാണ്, മോഡലൊക്കെയാണ്. അപ്പം കല്യാണം കഴിയുമ്പോഴത്തേനും ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ പ്രതീക്ഷിക്കും. പക്ഷെ ഇക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അങ്ങനെ കൊടുക്കാൻ വലിയ താല്പര്യമില്ല, പിന്നെ അങ്ങനെ പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് എപ്പോഴും പറയാം. എന്റെ വൈഫിന് അങ്ങനെ താല്പര്യമില്ല. ഞാനൊരാളെ നിർബന്ധിച്ച് എന്റെ കൂടെ ഇരുത്തി എങ്ങനെ ഇപ്പൊ തന്നെ ഞാൻ തന്നെ ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുന്ന തന്നെ ഒരു ലേഡീസിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പോ അനുമോളില്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചിട്ട് പോവാറ്, എന്റെ ഭാര്യനെ. അങ്ങനെയാണ് എന്റെ വൈഫിനെ കൊണ്ടുപോവാറ്. പിന്നെ എനിക്ക് പൊതുവെ എന്റെ പേഴ്സണൽ ഒരു ഏരിയ അത് എന്റെ ഭാര്യ അല്ലെ എന്റെ കുടുംബക്കാരിൽ ഒതുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിപ്പോ എന്റെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അതിപ്പോ എന്ത് പേഴ്സണൽ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് എന്നിലും എന്റെ കുടുംബത്തിലും എന്റെ വീട്ടിൽ ഒതുങ്ങണം, പുറത്തേക്ക് പോകരുത്. അത് ശരിയല്ല. അതൊരു നമുക്കൊരു ലൈഫിൽ ഒരു പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജീവിക്കുമ്പോൾ അത് ഭയങ്കര, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കല്യാണം കഴിക്കുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാര്യം നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അതെല്ലാം നമ്മളിൽ ഒതുങ്ങണം. അത്
പബ്ലിക്കിലേക്ക് പോകണ്ട എന്നല്ല, അത് നമ്മൾ പബ്ലിക്കിൽ അറിയിക്കുക. അതിനകത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ എന്തെങ്കിലും വിശേഷം ഞാൻ പറയാറുണ്ട്, ഓഫ് കോഴ്സ് ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. അല്ലാതെ ഞാനത് ഞാൻ പിന്നെ എല്ലാവരെയും പോലെ അല്ല, ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണ്. എനിക്ക് അങ്ങനെ എന്റെ ഭാര്യനെ വെച്ചിരുത്തി പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്റെ ഭാര്യ ഞാനും തമ്മിൽ അങ്ങോട്ട് 12 വയസ്സ് വ്യത്യാസമുണ്ട്. പിന്നെ അതില് നല്ല രസമുള്ള ലൈഫാ, 2 ജനറേഷനാ, 90-ഉം 2000-ഉം ഒരു അടിപൊളി ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ തമ്മില്. ഞങ്ങൾ രണ്ടുപേരും മെച്ചൂരിറ്റി ഇല്ലാന്ന് പറയാം. ഞാനാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാര്യം ഞാൻ അവളെ ഇതിലും കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പോകുമ്പോ ഞാൻ അവളുടെ ആ ഒരു വൈബിനനുസരിച്ചുള്ള ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെ വലിയൊരു പിന്നെ എന്താ പറയാ, ചില കാര്യങ്ങൾ ഞാൻ കുറച്ച് മെച്ചൂരിറ്റി കാണിക്കാറുണ്ട്. ജീവിതത്തിലേക്ക് ഒരു ജീവിതത്തിൽ എത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരും. പക്ഷെ അടിപൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, ഒരാള് സത്യം പറഞ്ഞാൽ വേറെ ആള് യാത്ര ചെയ്യാനും വേറെ ആള് കൂടെ വരുമ്പോഴും പിന്നെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് പറയാൻ വേണ്ടേ. നമ്മള് ഇപ്പൊ എന്റെ ഒരു എന്താ പറയാ, എല്ലാ കാര്യം നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടാവുന്നത് വല്ലാത്തൊരു പിന്നെ നമുക്ക് നമ്മുടെ ലോയിലും അപ്പിലും കൂടെ തന്നെ ഒരാളുണ്ടാവുമ്പോ പറയാനൊരു നല്ലൊരു സുഖമാണ്. അതൊരു പിന്നെ ഞങ്ങളൊരു എന്റെ അടുത്ത് വൈഫ് പറഞ്ഞ എനിക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ട് എന്താ പറയുക, കുറച്ച് മഴയും കുറച്ച് ഗ്രീനറി ഒക്കെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ രാവിലെ അപ്പൊ ഞാൻ താറ ഉപയോഗിക്കുന്നത്, മഹേന്ദ്ര താറ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് മല കയറാൻ പോകുന്നതാണ്. അപ്പൊ ഇവൾക്ക് ചെറിയ കാർസിക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പതുക്കെ അത് മാറ്റിയെടുത്തിട്ടിരിക്കുക. അപ്പൊ ഓൾറെഡി ആള് കുറച്ച് ഓക്കെയാണ്. ഞാൻ രാവിലെ വണ്ടി എടുത്തു, നേരെ ആതിരപ്പള്ളി, വാഴച്ചാല്, അങ്ങനെ നേരെ വാൽപ്പാറന്ന് ഉടുമ്പൽപേട്ട് അങ്ങനെ കറങ്ങി മറ്റേ നമ്മളെ ആ ഫോറസ്റ്റ് ഒരു 25 കിലോമീറ്റർ ഉള്ളിൽ കൂടെ ഫോറസ്റ്റ് അങ്ങോട്ട് അത് അപ്പുറം പോണം. മൂന്നാർ പോകുന്ന ഉടുമ്പൽപേട്ട് മൂന്നാർ അങ്ങനെ കയറിയിട്ട് ഒരു വഴിയുണ്ട്. മറ്റേ നമ്മുടെ മൂന്നാർക്ക് എത്തുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. അതില് മറ്റേ ഒരു ബോർഡർ ഉണ്ടല്ലോ, മൂന്നാർ എത്തുന്ന ഒരു ബോർഡർ ഉണ്ട്. അതുപോലെ മൂന്നാർ ഒരു ഡയറക്ഷനാണ്. മൂന്നാർ ഡയറക്ഷൻ കാന്തല്ലൂര്. യെസ്, വിജയിച്ചു. ആ സ്ഥലം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ആ ഒരു ഏരിയ കൂടെ ഇങ്ങനെ പോയിട്ട് മൂന്നാർ വന്നിട്ട് മൂന്നാർ താമസിച്ചു, ട്രീ ഹൗസിൽ താമസിച്ച് എന്നിട്ട് നേരെ കട്ടപ്പനെ പോയിട്ട് കട്ടപ്പന തൊടുപുഴ വന്ന് മറ്റേ മൂവി കണ്ടു, നമ്മുടെ ലാലേട്ടന്റെ തുടരും. അത് ഭയങ്കര ഹാപ്പി. അതിൽ ഒരു 10 വട്ടം എന്റെ വൈഫ് ഛർദ്ദിച്ചു. ഞാൻ ആനേനെ കണ്ടു, കരടിനെ കണ്ടു, മാൻ, കാട്ടുപോത്ത്, പിന്നെ അങ്ങനെ കുറെ മൃഗങ്ങളെ കണ്ടു. പിന്നെ ചെറിയ ചെറിയ മുള്ളംപന്നി, അങ്ങനെ ചെറിയ മറ്റേ കാട്ടുമുയലൊക്കെ റോഡിൽ കൂടെ ഓടുന്നു. ഇതൊക്കെ കാണുമ്പോഴും എന്റെ ഭാര്യ ഛർദ്ദിച്ചിരിക്കുകയാണ്. വണ്ടി സ്ലോ ചെയ്ത് അപ്പൊ ഛർദ്ദിക്കും. ആ റണ്ണിങ്ങിനെ പോയ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് യാത്ര. എനിക്ക് തോന്നുന്നു അബുദാബിയിലല്ലേ സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പൊ അവിടത്തെ റോഡ് കുറച്ചും കൂടെ ഫ്ലാറ്റ്. വൈഫിന് ഓൾറെഡി കാർസിക്ക് ഉണ്ട്. കാറില് അവൾക്ക് ആ ഒരു കാറിന് സ്മെല്ല് കംഫർട്ട് ആയാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ യാത്ര ചെയ്യുമ്പോൾ കാട്, പിന്നെ ചുരം ഉണ്ടല്ലോ, ചുരം ഇറങ്ങുമ്പോഴൊക്കെ കയറുമ്പോഴൊക്കെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഈ സെൻട്രൽ മാളില് പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ അതിൽ തന്നെ അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്ന ആളാണ്. ഇങ്ങനെ പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അപ്പൊ സിനിമയ്ക്ക് പോകുമ്പോ അവള് പറയും ഞാൻ പുറത്തുനിന്ന് അപ്പൊ ഒരു കുഴപ്പമില്ല, ഞാൻ പതുക്കെ പിന്നെ ബ്രേക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികൾ അങ്ങനെയാ. അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് എവിടെയൊക്കെ പോയി? അബുദാബി, ദുബായ് തന്നെ. വേറെ പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അതെ, ഒന്നാമത് എന്തെങ്കിലും ഈവന്റ് എനിക്ക് വരും. പിന്നെ ഞാൻ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ കശ്മീർ പോകുന്നുള്ള ഒരു ഡയറക്ഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പോകാൻ പറ്റിയിട്ടില്ല, അങ്ങനെ തിരക്കുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇനി വിശേഷം വരട്ടെ, ഒരു വിശേഷം വരുമ്പത്തിന് വൈഫായിട്ട് വരാന്ന് പറഞ്ഞേക്കണേ. വിശേഷങ്ങളൊക്കെ ആവുമ്പോ അതെ, അത് തന്നെ ഞങ്ങളോട് പറയണോ, എക്സ്ക്ലൂസീവ് ആയിട്ട്. വിശേഷം ഉടനെ ആവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതെ, നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ അതെ, ഈശ്വര എന്നെ അറിയിക്കണം കേട്ടോ. കരുനാക്ക ഓ, അതും എന്റെ ഷോയിൽ തന്നെ എക്സ്ക്ലൂസീവ് അടിപൊളിയാണ്. സെറ്റല്ലേ? പിന്നെ എന്തായാലും ചേച്ചിയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഓൾറെഡി ഇങ്ങനെ മോഡലിംഗ് ഇങ്ങനെ ഒരു വേറെ ഡയറക്ഷനിലേക്ക് ഇവന്റിലായിരുന്നു. ഞാനും ചേട്ടനൊക്കെ ഇവന്റില് എന്താ പറഞ്ഞ പിച്ച് വെക്കണ സമയം തൊട്ടേ സ്റ്റേജിൽ കണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പോഴും എന്താ പറയാ, കുറച്ചും കൂടെ ഹാപ്പി ആയി. മാരേജിന് ശേഷം കുറച്ചും കൂടെ ലുക്കായി, വീണ്ടും ഫ്രീക്ക് ഒക്കെ കൂടി. ഹോൾസ് ഒക്കെ ഷർട്ടില് മൊത്തം. ഇതൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ? ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫാഷൻ. ഇപ്പൊ കീറിയിട്ടാലും കുഴപ്പമില്ല. ഷിയാസിക്ക് ഇതൊക്കെ ഫാഷൻ. ഇങ്ങനെയാണിത്. ഇവിടേക്കുണ്ട്, ഒരു സ്ഥലത്ത് കീറിയിട്ടുണ്ട്. ഓ,
ആവട്ടെ. അതോട്ടെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഇപ്പത്തെ വെച്ചിട്ട് ചൂട് വിഷയം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ്. ഇപ്പൊ ഈ സൺഡേ അതിന്റെ ഗ്രാൻഡ് ഫിനാലെ ആണ്. തേർഡ് പൊസിഷനിൽ എത്തിയതാണ്. അതെ, മധുരട്ടില്ലല്ലോ. ആ, എന്നാ ഉദ്ഘാടനം ചെയ്യാം ജ്യൂസ്. ഓൾറെഡി മധുരമുണ്ട്. ഓ, എന്ത് നല്ല രുചി കേട്ടോ, അടിപൊളി. പറയൂ. ആ, അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7ന്റെ എന്താ പറയാ ഗ്രാൻഡ് ഫിനാലെ ആണ് ഈ സൺഡേ. ഇപ്പൊ ഫസ്റ്റ് സീസണിൽ തേർഡ് പൊസിഷൻ അല്ലേ, തേർഡ് പൊസിഷനിൽ വന്ന വ്യക്തിയാണ്. ബിഗ് ബോസ് എന്താണെന്ന് അറിയത്തില്ല, എന്താണ് PR എന്ന് അറിയത്തില്ല, അതെ എങ്ങനെ ജയിക്കണ്ടേന്ന് അറിയത്തില്ല. 1500 ഫോളോവേഴ്സ് ഉള്ളു ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത്. അതെ, 1500 ഫോളോവേഴ്സ്. എന്താ കഷ്ടപ്പാടിന്റെ ഇതിലൊക്കെ കേറി, ഇക്കയുടെ കഠിന പരിശ്രമം കൊണ്ടൊക്കെ കേറി. തണുപ്പും ഇതും കൂടെ ചെന്നിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പൊ ആ സമയത്ത് PR എന്താന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ജനങ്ങൾ എന്താ പറയാ തേർഡ് പൊസിഷനിൽ എത്തി. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ 7th സീസൺ കഴിഞ്ഞു. ഇപ്പൊ എന്താ പറയാ എന്താണ് ബിഗ് ബോസ് എന്ന് സീസൺ 2ലേക്ക് വരുമ്പോ സീസൺ 1 കണ്ടു പഠിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സീസൺ 3 വരുമ്പോ സീസൺ 1ഉം 2 ഒക്കെ റെഫറൻസിനായിട്ട് അവർക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ശരിയാണ്. അത് ഭയങ്കര ഇപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാര്യം സോഷ്യൽ മീഡിയ കുറച്ചുകൂടി നമ്മളെ പുള്ളി ചെയ്യും. ഇപ്പൊ PR ചെയ്തില്ലെങ്കിലും ഇഷ്ടപ്പെട്ട ഇപ്പൊ കെന്നയ്ക്ക് ഇപ്പൊ അനുവിന് ഇഷ്ടമുണ്ടെങ്കിൽ കെന്നയ്ക്ക് അനുമോൾ സപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം മൊബൈലിൽ ഇരുന്നിട്ട്. അനുമോളിലെ ബിഗ് ബോസിലെ വീഡിയോസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാതെ. അതിന് PR ആവണമെന്ന് നിർബന്ധമില്ല, അതൊരു ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ സീസണിലില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സീസണില് ആകെ കമൽഹാസൻ സാറും പിന്നെ മുകേഷ് ഏട്ടൻ, പിന്നെ ഇവരാണ് നമ്മുടെ സീസണിൽ വന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റീഫൻ ദേവസി വന്നു ഫിനാലയുടെ ഡേ, ആ ഡേ വന്നു. അല്ലാതെ നമ്മുടെ ഹൗസിലേക്ക് അങ്ങനെ വന്നില്ല. പിന്നെ റീ എൻട്രി ആണ് വന്നത്. റീ എൻട്രി ഗസ്റ്റ് അവരും എല്ലാരും വന്നു, എല്ലാ കണ്ടസ്റ്റൻസും വന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് വന്നു രാവിലെ പോയി. നമ്മുടെ ഈ സീസൺ പോലെ സ്റ്റേയും പരിപാടികളൊന്നും ഇല്ല. കാര്യം അതെന്ന് പറഞ്ഞാല് ഭയങ്കര പുറത്തുനിന്നെല്ലാം ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടും പറയാം. ഇപ്പൊ പാനിക്കാക്കാം, അതിനകത്തുള്ള ആളുകൾ വേണമെങ്കിൽ ചെവി പോയി പാനിക്കാക്കാം. പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പാനിക്കായി പോലെ. അപ്പൊ അതിനൊരു ടൈമേ കിട്ടിയില്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നീ പുറത്തേക്ക് ഇറങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അത് അങ്ങനെ നമുക്ക് എനിക്ക് പിന്നെ ഭയമില്ലല്ലോ. അന്ന് നമുക്ക് പോവാനൊന്നുമില്ല. ഫെയിമോ പിണങ്ങി പോവാൻ ഭാര്യയോ അല്ലെങ്കിൽ ഇപ്പൊ ഫാൻസ് പോകുന്നുള്ള അയ്യോ ഇപ്പൊ അത് പോവും. എനിക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മ കയറ്റുന്നുള്ളൊരു ഉറപ്പെനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ എന്താ റാമ്പ് കാണിച്ചാലും വീട്ടിൽ തന്നെ കയറ്റും. അപ്പൊ പിന്നെ നമുക്ക് ആ ഭയമില്ല. നമുക്ക് ആകെ ഉള്ളത് വീട്ടുകാരുടെ അതാണ്. അത് നമുക്ക് ആ വീട്ടുകാരെ സേഫ് ആണെന്നുള്ള ഉമ്മ വീഡിയോ വോയിസ് ഒക്കെ ആ സമയത്ത് അയക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഇപ്പൊ ഫ്ലഡ് നടക്കുന്ന സമയത്ത് ഞാൻ അപ്പൊ വീട്ടിലെല്ലാം സേഫ് ആന്ന് പറയും. പിന്നെ ആ കുക്കിംഗ് ഷോ നടക്കും, ഉമ്മയുടെ വോയിസ് പറയുന്ന വീഡിയോ ഒക്കെ പറയുന്നുണ്ട്. കുക്കിംഗ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോ ഓൾറെഡി വീട്ടുകാരുടെ ഫേസ് ആണ് മനസ്സിലാവും, അവരും ഓക്കെയാണ്. പിന്നെ ഞാൻ ഓക്കെ. പിന്നെ ലാലായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് പ്രോട്ടീൻ പൗഡർ ആയിരുന്നു. അതിനകത്ത് എല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലാലേട്ടൻ പറയും മോനെ ഞാൻ ഉണ്ട് മോനെ ചേട്ടനുണ്ട് കൂടെ. അന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടൻ പെരുമ്പാവൂരുള്ള, പിന്നെ ലാലേട്ടൻ ഡ്രൈവർ, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പെരുമ്പാവൂർ. അപ്പൊ ഞാൻ പെരുമ്പാവൂർ പണ്ട് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പൊ എന്നെ പറ്റി ചിലപ്പോ അന്വേഷിക്കും ഇവരൊക്കെ, ഞാൻ എന്താണെന്നൊക്കെ ചിലപ്പോ എന്നെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പോ വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായാലും പോയി. പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല. സീസൺ എന്ന് പറഞ്ഞാല് ഓരോ ആളുകൾക്കും ഓരോ ഒരു ഇപ്പൊ ഞാൻ അനുമോൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലേ അതിന്റെ ഇടയിൽ പൂര ചീത്തയാ. അത് ഫോട്ടോ ഉണ്ടാവില്ല, വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ട് എന്നെ തെറി പറയുക, അനുമോളെ മോശം പറയുക. ഇവന് അനുമോളെ പേഴ്സണലി അറിയാതെ എന്തിനാണ് ഒരാളെ കുറ്റം പറയുന്നത്? ചെന്നൈനെ പേഴ്സണലി അറിഞ്ഞിട്ട് കുറ്റം പറഞ്ഞ ന്യായമുണ്ട്. എന്നാലും കുറ്റം പറയാൻ പാടില്ലാന്നേ. തികഞ്ഞാൻ ആരും ഉണ്ടോ? ഞാൻ തികഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് മോശ വശമുണ്ട്, നല്ല വശമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോ തികഞ്ഞവര് പറയുക, അല്ലാതെ ഒരു ഷോ കണ്ടിട്ട് ഷോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പെയിന്റ് അടിക്കുക. അത് മോശമാണ് അങ്ങ് എഴുതുക. ഒരു റൂമിലിരുന്ന് ഒരു മൊബൈൽ ഉണ്ടാവും, ദശാനും രാമു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് എഴുതാണ് അങ്ങനെ മോള് ഇങ്ങനെ മോള് അവൾ അങ്ങനെ അവൾ തോക്കട്ടെ.
എനിക്ക് തോന്നുന്നു സീസൺ 1 to സീസൺ 7 എടുത്ത് നോക്കുമ്പോ ഞാനൊക്കെ സീസൺ 1 ടിവിയിലായിരുന്നു ഫുൾ ടൈം. ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കയറും നമുക്ക് ഫുൾ ടൈം. അപ്പൊ ഫാമിലി മൊത്തം ടിവിയിൽ. ഇപ്പൊ അങ്ങനെയല്ല, ടിവിയിലല്ല, ഇപ്പൊ എല്ലാം ഞങ്ങൾ ഹോട്ട്സ്റ്റാർ ഫോണിലൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു റീ എൻട്രി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇളക്കവും എന്തൊക്കെയാ നടക്കണ്ടാത്ത പല സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഫിനാലയോട് അടുക്കുമ്പോ നിൽക്കുന്നത്. നമ്മള് റീ എൻട്രി എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ വരെ കണ്ടേക്കണ എന്താ ഭയങ്കര ജോളി, എന്താ പറയാ, ഒരു കോളേജ് റീയൂണിയൻ പോലെയാണ്. കാര്യം ഞാനിപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ റീ എൻട്രി ആളുകളൊക്കെ അവരെ വെളുപ്പിക്കാൻ വേണ്ടി പോയപോലെ. പറഞ്ഞാൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാം, എന്നിട്ട് അവരങ്ങനെ അറ്റാക്ക് ചെയ്യാം. അവർ അനുമോളുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാ, ഇത് ഹേറ്റേഴ്സും ഉണ്ട് സപ്പോർട്ടേഴ്സും ഉണ്ട്, ഒരു ഈക്വൽ ആയിട്ട് നിൽക്കാം. അപ്പൊ ആ ഹേറ്റിലേക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാം. ഈ സപ്പോർട്ടിന് ആളുകൾ ഹേറ്റ് അവിടെ, അപ്പൊ അവരും കൂടി ബ്രേറ്റ് ആവല്ലോ. ഇത് ഈ ഹേറ്റ് ചെയ്യുന്ന ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലാക്ക്? അപ്പൊ അതാണ് ഇവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവർക്ക് അറിയാൻ പാടില്ല അനുമോള് വിന്നറാവും. അപ്പൊ അക്ബറോ അനീഷോ ഷാനവാസോ നൂറയോ ആരോ നിവിനോ ആരോ സെക്കൻഡോ എന്തെങ്കിലും ആവും. എന്തിനാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്? മോശമാണ്. ഞാനിപ്പോ ആരുടെ പേര് പറയുന്നില്ല, മോശ. കാര്യം അനുമോൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സീസൺ ഇരുന്ന് കാണുന്ന ഒരാളാണ്. എല്ലാം കാണാൻ പറ്റില്ലെങ്കിലും പരമാവധി കാണും. ഞാൻ ഇരുന്ന് കാണുന്ന അനുമോളുടെ പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അത് പലർക്കും ഉണ്ടാവും. എല്ലാരും തികഞ്ഞവരാന്ന് പറയുന്നില്ല. ഇപ്പൊ അനുമോളുടെ ഇപ്പൊ എന്താ ഫുഡ്, എസ്പെഷ്യലി അനുമോളോട് നമുക്ക് കുറച്ചെങ്കിലും ദേഷ്യം വരുന്നത് ആ കിച്ചണിൽ കയറുമ്പോ, അല്ലെങ്കിൽ അനുമോളുടെ ഞാൻ ഒരു മനസ്സിലാക്കിയ കാര്യം, അവള് ഫുഡിന് വില കൊടുക്കുന്ന ഒരാളാണ്. ഫുഡ് ഇങ്ങനെ വലിച്ചു വാരി വേസ്റ്റ് ആക്കുന്നില്ല, അത് എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുന്നു, അവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നു. അവൾ ചിലപ്പോ ഫുഡിനോട് ചിലപ്പോ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം. പിന്നെ അവിടെയുള്ള ആളുകൾ അവള് ചെറിയൊരു ആത്മാർത്ഥ കാണിക്കുന്നുണ്ടായിരിക്കും. മേ ബി എനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. എനിവേ അത് എന്തെങ്കിലും ആവട്ടെ. ഇതെന്താണ്? അടുത്തെന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്ലേറ്റ് ആണ്, വേറെ ഒന്നുമില്ല. അടിപൊളിയാട്ടോ ചേട്ടാ. അപ്പം മെയിൻ കാര്യം, ഞാൻ ഈ സീസണിൽ പോയല്ലോ, ഞാനിപ്പോ അനുമോള് വെളുപ്പിക്കാനും നോക്കണമെന്നില്ല. അനുമോൾക്ക് ഒരുപാട് ഡ്രോബാക്ക് ഞാനിപ്പോ ഇല്ലാന്ന് പറയല്ലോ, അത് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അനുമോള് മനസ്സിൽ വച്ചിട്ട് പെരുമാറുന്ന ആളല്ല, അവൾ അപ്പൊ തന്നെ പറയും. മനസ്സിലായോ? അവള് സ്പോട്ടിൽ പറയാം, അവൾക്ക് ഇത് ശരിയില്ല എന്ന് പറയും. അവളിന്ന് കണ്ണനെ വിളിച്ചു പറയും. അതങ്ങനെ ഒരു ഉള്ളിൽ വെച്ചിട്ട് ഇരിക്കുക, അങ്ങനെ. ഞാനപ്പോ അവളോട് ചില കാര്യം കണ്ടില്ല മട്ട് മുന്നോട്ട് പോവാ, ഇത് ഇങ്ങനത്തെ ഒരു ഷോ ആണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോകുന്നത് ഇങ്ങോട്ട്. പിന്നെ കരയരുത്, ഞാൻ 2 അഡ്വൈസ് കൊടുത്തു. ചിലത് കണ്ടില്ല മട്ട് ഇരിക്കേണ്ടവരും പിന്നെ കരയരുത് മോളെ, എന്തിനാ എപ്പോഴും കരയണമെന്ന് ചോദിച്ചു. ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ആ പ്ലാറ്റിനെ എടുത്ത് എറിഞ്ഞിട്ട് പോകും. ഞാനവിടെ എല്ലാ ആൾക്കും അഡ്വൈസ് കൊടുത്തു. ഇപ്പൊ സാബിമോന്റെ അടുത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണത്. ഇനി എനിക്ക് ഇതിനും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടില്ല. ഒരു ബിഗിനർ എന്ന രീതിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എനിക്കത് വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമല്ലാതെ, നിങ്ങൾക്കറിയാലോ, ഞാനൊരു മോഡൽ എന്ന രീതിയിൽ ആർക്കും എന്നെ അറിയാൻ പാടില്ല. ഒരു മോഡൽ എന്ന രീതിയിൽ എന്നെ ഒരു മനുഷ്യൻ അറിയില്ല. അതിനുപരി മോഡൽ എന്ന രീതിയിൽ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ 3-ാം സ്ഥാനം വന്നു. അതിനുശേഷം എന്നെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ എവിടെയും നമുക്ക് എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്. അത് ബിഗ് ബോസ് കൊണ്ടാണ്, അപ്പൊ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് കൊണ്ടാണ്. അപ്പോ ഒരു ബിഗിനർ എന്ന രീതിയിൽ ബിഗ് ബോസ് ഉപകാരപ്പെടുന്നത് ഞാൻ സാബുമോനോടും പറഞ്ഞു, ആരിനോടും പറഞ്ഞു. പിന്നെ അവിടെ എല്ലാ ആളുകളും പറഞ്ഞു ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. അത് യൂസ് ചെയ്യുക. അല്ലാതെ ഒരാളെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും എല്ലാവരുടേതായ ഫാൻ ബേസ് ഉണ്ട്. അതിൽ കുറച്ച് ഫാൻ പവറും കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ജയിക്കും. അല്ലാതെ PR മാത്രം. ഇപ്പൊ ഞാൻ ഒരു കാര്യം, കെന്ന എനിക്ക് 16 ലക്ഷം രൂപ വന്നേക്കാണ്. കെന്നയുടെ നല്ല വശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രൊജക്ട് ചെയ്യണം. എനിക്ക് മോശം കാര്യങ്ങൾ കെന്ന അവിടെ ചെയ്യുന്നില്ലേ? ഇല്ലേ? അപ്പൊ ആളുകൾ തീരുമാനിക്കില്ല കെന്ന വളരെ മോശം സ്ത്രീയാണ്, എനിക്ക് വോട്ട് ചെയ്യണ്ട, കെന്ന ഔട്ടാവും. അനുമോൾ ഫൈനൽ വരെ വന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇവര് ചിന്തിക്കുന്നില്ല? അനുമോള് ഫൈനൽ വരാനുള്ള റീസൺ എന്താ? അനുമോൾക്ക് ഒരു നല്ല വശമുണ്ട്. ഇനി എത്ര മോശം വശം ഉണ്ടെങ്കിലും ഒരാൾക്ക് നല്ല വശം ഉണ്ടെങ്കിൽ തന്നെ അത് ടോപ്പ് 5 എത്തി. പിന്നെ എന്തിനാണ് ഇവരെ ടാർഗറ്റ് നോക്കുന്നത്? പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, ഇപ്പൊ ഒരാളെ തന്നെ ആ വീട്ടിലുള്ള എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ പുറത്തുള്ള ഓഡിയൻസിന് ആ ടാർഗറ്റ് ചെയ്യുന്ന ആളോട് ഒരു
സഹതാപം തോന്നും. Of course. ഇപ്പൊ ഈ റീ എൻട്രി ചെയ്തേക്കണ എല്ലാ കണ്ടസ്റ്റൻസും അവിടെ നിന്നേക്കണവരുൾപ്പെടെ അനുമോളെ ഇപ്പൊ ചെയ്യുമ്പോഴത്തേനും, ഞാൻ അനുമോൾ ഫാൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് വേറെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഈ 2-3 ദിവസങ്ങളിൽ റീ എൻട്രിക്ക് ശേഷം ഇവരെല്ലാരും ഒരാളോട് ചെയ്യുമ്പോ നമുക്ക് ഓഫ് കോഴ്സ് നമ്മളും നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെ നിൽക്കുന്നു കല്ല് പോലെ അവിടെ ഇരുന്നോളൂ, കല്ല് പോലെ അതിലിങ്ങനെ ഇരുന്നു ചത്ത പോലെ ഇരിക്കാന്ന്. ഇനി കുറച്ച് ചത്ത പോലെ കിടക്കാൻ ഇങ്ങനെ ഇരുന്നു. ഞാൻ അനുമോൾ ഫാനൊന്നല്ല, എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയോ, ഒരാള് വന്ന വഴി, അയാള് കഷ്ടപ്പെട്ടത്, അയാളിപ്പോ എന്തൊക്കെ കാണിച്ചാലും അയാൾ ഒരു കഷ്ടപ്പാടുണ്ടെന്നേ, വലിയ ബുദ്ധിമുട്ടാ. ഒരു നോൺ ഇൻഡസ്ട്രിയില് ഒരാള് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി. എന്തൊക്കെയോ വരുന്നുണ്ട് പുകയൊക്കെ ആയിട്ട്. ദൈവമേ, ഫിഷാണോ ബീഫാ? ഓ, എന്നാ ബീഫിന്റെ ആളാണ്. ഇപ്പൊ നമ്മള് ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഫുഡ് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള, ഒത്തന്റിക് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട്. അപ്പൊ ഇത് ഇവരുടെ സ്പെഷ്യൽ ആന്ന് പറഞ്ഞു. ബീഫ് പൊള്ളിച്ചതും അപ്പം. നമുക്കിങ്ങനെ സംസാരിച്ച് ചൂടാറട്ടെ. നല്ല ചൂടുണ്ട്. അപ്പത്തിനില്ല, ഇതിന് ചൂടാകാൻ സാധ്യതയുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്നു. പിടിക്കില്ലേ? ഡയറ്റ് ഒന്നും അല്ലല്ലോ. ഈ ബീഫ് ഞാൻ കഴിക്കും, അപ്പം ഞാൻ പിടിക്കില്ല. അപ്പം പിടിക്കില്ല. നമുക്ക് ഗോതമ്പിന്റെ എന്തെങ്കിലും പിടിക്കാം. ഗോതമ്പിന്റെ അത് നമുക്ക് ചപ്പാത്തി എടുത്തോ? ചപ്പാത്തി. അവർക്ക് ശരിക്കും മനസ്സിലായിട്ടോ, അത്യാവശ്യം ഹെൽത്ത് നോക്കണ ആളാണ്. ചപ്പാത്തി ഇങ്ങോട്ട് പറഞ്ഞു. അതെ, ചപ്പാത്തി ഇങ്ങോട്ടേക്ക് തന്നെ നമ്മൾ പറഞ്ഞോണ്ട്. അപ്പൊ അനുമോളുടെ കഷ്ടപ്പാട്, ഈ അനുമോളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അനുമോൾ എന്താണെന്ന്. അനുമോളുടെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അനുമോള് വീട്ടില് 2 ബെഡ്റൂമോ 3 ബെഡ്റൂം, 2 ബെഡ്റൂമോ ഉള്ളൂ. താഴെ ഒരു ബെഡ്റൂമും മേലൊരു ബെഡ്റൂമും. താഴെ ഒരു ബെഡ്റൂം ഉണ്ടോ അല്ല, അവൾ സെപ്പറേറ്റ് ഒരു കോണിപ്പടിയുടെ കൂടെ ടെറസിന്റെ മേളിൽ ഒരു റൂം സെറ്റ് ചെയ്തേക്കാം അവൾക്ക് വേണ്ടിട്ട്. ഒരു ചെറിയൊരു റൂം, അതിൽ അവളുടെ ഡ്രസ്സ് കാര്യങ്ങള്, അവളുടെ മേക്കപ്പ്, അങ്ങനെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവൾക്ക് റൂം. അതാണ് അവളുടെ റൂം. അച്ഛനും അമ്മയും താഴെ കിടക്കുന്നു. അങ്ങനെ ഒരു ചേച്ചിക്ക് റൂം, ചേച്ചി ഇല്ലല്ലോ. അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് അവളുടെ വീട്. ഞാൻ അങ്ങനെ ഓർക്കുന്നത് ഒരു റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് ഒരു നാട്ടും പുറമാണ്. ചില സ്ഥലത്ത് വഴിയൊന്നും അങ്ങനെ പ്രോപ്പർ വേകുന്നില്ല അവൾക്ക്. ഇപ്പൊ ഞാൻ 5 കൊല്ലം പോയ കാര്യം ആര്യനാട്. ഒരു നാട്ടും പുറമാണ്, ചെറിയൊരു ഗ്രാമമാണ് ആര്യനാട്. നല്ല രസമുള്ള സ്ഥലമാട്ടോ, ജീവിക്കാനൊക്കെ അടിപൊളിയാണ്. അവിടെ നിന്ന് അവള് ബസ്സൊക്കെ കയറി, ട്രെയിനൊക്കെ കയറി, ചെറിയൊരു ആൾട്ടോ, അന്നൊരു ചെറിയ ആൾട്ടോ ഉപയോഗിക്കുന്നത്, ആ അച്ഛനെ ഓടിക്കുന്ന ആൾട്ടോ. ഇപ്പൊ ഒരു കിയുടെ വണ്ടി എടുത്തു, ഒരു ആൾട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലാണ് അവളെ ട്രെയിൻ കയറ്റാനും ബസ്സിനൊക്കെ അവരുടെ അച്ഛൻ കൊണ്ടുപോകണൊക്കെ കാണാറുണ്ട്. എന്നിട്ട് പറയുള്ളൂ. അപ്പോ ഭയങ്കര ഒരുപാടേ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാ. ഇനി അവൾ ഇനിയിപ്പോ എന്ത് ആളുകൾ എന്ത് ടാറടിച്ചു നോക്കാനും, ഇനിയിപ്പോ എന്ത് PR-ഓ എന്തുണ്ടെങ്കിലും അവൾക്ക് അവളൊരു കഷ്ടപ്പാടുണ്ട്. അവിടെയുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോ അനീഷും ഈ അക്ബർ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല. എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല കേട്ടോ. അനുമോളെ കഷ്ടപ്പാട് എനിക്ക് അറിയാം. എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഒരാളെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഞാൻ അനുമോളുടെ PR ആയിട്ടല്ല. എനിക്ക് അനുമോള് പൈസ തരാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോ അനുമോളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? ഒരു മനുഷ്യത്വമാണേ. എനിക്കൊരു മോശം അവസ്ഥ വന്നപ്പോ അനുമോൾ എന്റെ കൂടെ നിന്നൊരാളാ. എനിക്ക് വലിയൊരു ആരോപണമാണ്. ഒരു സ്ത്രീ എന്റെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത ആരോപണം എന്റെ നേരെ വന്നാ ഞാൻ അതിൽ അതിഭീകരമായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച ഒരാളാ. ആ സമയത്ത് എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അല്ലെ എന്റെ കൂടെ ഒരാളെ നിന്നോളൂ അനുമോള്. വേറെ ആർട്ടിസ്റ്റുകൾ നിന്നെങ്കിൽ പോലും അനുമോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ആളുകളെ പിന്തുണ വന്നിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിൽ വന്ന ഷിയാസ്ക്ക് അങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ അങ്ങനല്ല എന്ന് പറഞ്ഞൊരാണ് അനുമോൾ. അത് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്ത്, അനുമോൾ ഇപ്പം വേറെ കണ്ടസ്റ്റന്റ് അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ എന്നുവെച്ചാൽ ബിഗ് ബോസിന്റെ അകത്ത് അവർക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നത് എനിക്കും തെറ്റുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും, പക്ഷെ സുഹൃത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്, അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്ക് മോശ സമയത്ത് കൂടെ നിൽക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തി പറയുക. കാരണം സുഹൃത്ത് ബന്ധമായിട്ടിരിക്കും നമ്മൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്കൊന്ന് അനുമോൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന്റെ കാര്യം പറയാം. എനിക്ക് ഫസ്റ്റ് ഞാൻ അനുമോളൊരു പറയാനുള്ള കാര്യമാണ്, നമ്മൾ ആരും വിശ്വസിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സീക്രട്ട് ഓൾവേസ് സീക്രട്ട് ആണ്. പിന്നെ ഇതൊരു TV ഷോ ആണ്, നമ്മളൊരു പുറത്ത് പറയണ പോലെ അല്ലത്. ഇതൊരു TV ഷോ ആണ്. നമ്മൾ ചെവി പറയുന്ന കാര്യം
മറ്റൊരാൾക്ക് ജയിക്കാൻ വേണ്ടി അത് പബ്ലിക്കിൽ പറയും. ആ ഒരു ഷോ അങ്ങനെയാണ്. ഞാനത് ഫേസ് ചെയ്ത ഒരാളാണ് ബിഗ് ബോസിൽ. അപ്പോൾ ഈ ഷോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് വിശ്വസിച്ച് പറയുന്നൊരു കാര്യം ചിലപ്പോൾ അയാള് നമ്മൾ ചെറിയൊരു വഴക്കുണ്ടാവുമ്പോഴോ ഒരു വാക്ക് തർക്കം ഉണ്ടാവുമ്പോ അതങ്ങ് വിളിച്ചു പറയും. ചില മനുഷ്യർ അങ്ങനെയാണ്. പക്ഷെ അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. കാര്യം അനീഷിനെ പറ്റി എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അതുപോലെ ഞാൻ അകത്ത് പോയ സമയത്തൊക്കെ മനസ്സിലാക്കിയ കാര്യം, അനീഷ് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരാളെ കുറ്റം പറയുന്നതോ നമ്മൾ കാണുമ്പോൾ 24 അനീഷ് ഒരാളെ കുറ്റം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരാളെ പറ്റി വിളിച്ച അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോ അനുമോള് കഴിഞ്ഞ ആരാന്ന് വെച്ചാൽ എനിക്ക് അനീഷിന്റെ പേരെ പറയാൻ പറ്റുള്ളൂ. അനീഷിന് എനിക്ക് പേഴ്സണലി വലിയ പരിചയങ്ങളൊന്നും ഇല്ല. എന്റെ സുഹൃത്തിന്റെ ബ്രദറാണെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ അയാളുടെ ബ്രദറാന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ അല്ലാതെ എനിക്ക് പിന്നെ ഒക്കെ എന്റെ സുഹൃത്ത് അക്ബറൊക്കെ എന്റെ സുഹൃത്താ. എല്ലാവരും വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയില്ലാന്നേ. ഈ അക്ബർ ഞാൻ കാണും, ഇവന്റിന് കാണുന്നല്ലാതെ ഷാനവാസ് എന്റെ സുഹൃത്താ. നിവിൻ എനിക്കറിയാം. നടക്കുന്ന മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യനാണ്, കോമഡിയാണ് ആള്. റിയൽ ആളും എനിക്ക് ദേഷ്യം വന്ന ആ വെള്ളം കോരിയൊക്കെ ഒഴിച്ചപ്പോഴാണ് പൊളിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം വഴക്കൊക്കെ ഉണ്ടാക്കാം. ഒരുപാട് ഈ പക്ക ഒരു കുഞ്ഞിപ്പിള്ളേരെ പോലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിക്കുന്നത്. എനിക്ക് ഇക്കയോട് ഒരു കാര്യം ചോദിക്കാനാണ്. ഇപ്പൊ എല്ലാ ഈ സീസൺ 7 വരെ ബിഗ് ബോസ് നടന്നു. ഇതുവരെ കേൾക്കാത്ത PR വാക്കുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ സീസണാണ്. എനിക്കൊന്ന് കഴിഞ്ഞ സീസൺ അതിന്റെ മുന്നത്തെ സീസണൊക്കെ PR വർക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു സീസൺ 1 കഴിഞ്ഞപ്പോ തൊട്ട് PR വർക്ക് അല്ലെങ്കിൽ PR ഒക്കെ തുടങ്ങി. അതെ, ഇത് ഞാൻ കഴിക്കും. ഇത് ഞാൻ ഫുള്ള് ചിലപ്പോ കഴിക്കൂട്ടോ. അവിടെ എന്നാ തുടങ്ങല്ലേന്ന്. അതെ, എന്നാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അത് തൊട്ടുപോയിട്ട് ഫുള്ളുടിക്കണം. ഒന്നും എടുക്കണ്ട. കുട്ടി പേടിച്ച് ഓടി. അപ്പൊ PR സംസാരിക്കുന്ന PR എന്ന് പറഞ്ഞ സംഭവം ഈ സീസണാണ് കൂടുതൽ സംസാരം വന്നതിനെ പറ്റി. ശരിക്കും തെറ്റാണ് കൊടുക്കുന്നത്. ഭയങ്കര കെന്നെ ബിഗ് ബോസിൽ പോണ്, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. കെന്നയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. കെന്നയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഈ PR അനുമോട് ഉദ്ദേശിച്ചത്. അതാണ് അനുമോട് ഉദ്ദേശിച്ചത്. ബിനു എന്ന് പറഞ്ഞ ആളാണ് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത്. ആൾക്ക് 16 ലക്ഷം കൊടുക്കുന്ന ആവശ്യമില്ല. 16 ലക്ഷം ഇപ്പൊ ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഞാനത് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് 16 ലക്ഷം രൂപ കൊടുക്കാൻ അനുമോളുടെ കയ്യിൽ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പൊ എന്തിനാ ബിഗ് ബോസിൽ പോണേന്നൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അനുമോൾ ചേച്ചിയും കൂടിയാണ് മാനേജ് ചെയ്യുന്ന പേജ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. ഇപ്പൊ ഇനി PR ഉണ്ടെങ്കിലും അനുമോള് മോശമായിട്ട് കാണിച്ചതാണ് പുറത്താവുന്നേ. റൂൾസ് ബ്രേക്ക് ചെയ്താൽ പുറത്താവില്ലേ? ഈ PR കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റും. ഇപ്പൊ എല്ലാരും പറയണ കണ്ടസ്റ്റന്റ് ഉൾപ്പെടെ പറയണ PR മാത്രം കാരണം ജയിക്കുന്ന ഓരോരോ വ്യക്തി അനുമോളാണെന്ന്. അപ്പം അത് പ്രഷർക്ക് അറിയില്ലാത്തോണ്ടും കൂടെ ഞാൻ ചോദിക്കാണ്, PR കൊണ്ട് മാത്രം ഒരു ബിഗ് ബോസിലെ ഒരു കോണ്ടസ്റ്റന്റ് വിജയിക്കാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ PR കൊടുത്തിട്ട് ബിഗ് ബോസിൽ പോയാതില്ലേ? മതിയില്ലേ? പറ്റുമോ? ജനങ്ങൾ തീരുമാനിക്കുന്നേ. അനുമോൾക്ക് കപ്പ് കിട്ടണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു, ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് സപ്പോർട്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യും. കാര്യം എനിക്ക് അനുമോളോട് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് അവളോടുള്ള അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് മോശം സമയത്തൊക്കെ എന്റെ കൂടെ നിന്ന ഒരാളുടെ മോശം സമയത്ത് നിൽക്കുമ്പോൾ നമ്മളെ എപ്പോഴും ഒരു ആത്മാർത്ഥ വേണം അയാള്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവള് പാവാന്നേ. വേറെ പ്രത്യേകിച്ച് അവള് ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ അവിടെ. ഇനി അവൾ ആരും തല്ലുകയോ അല്ലെങ്കിൽ ആരും ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും പുറത്തുനിന്ന് കാര്യമൊക്കെ ടാർഗറ്റ് ചെയ്ത് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നേ, ഇല്ല. ഈ ഇപ്പൊ എല്ലാരും പറയുന്നതാണ് അനുമോള് പക്ക ആർട്ടിസ്റ്റ് ആണ്, നടിയാണ്, അഭിനയിക്കാൻ നല്ലോണം അറിയാം, അവിടെ അഭിനയിക്കാന്ന്. അപ്പൊ ഇക്കയ്ക്ക് അനുമോളെ അറിയാവുന്നതുകൊണ്ടും ഇപ്പൊ സീസൺ 7 ഒക്കെ കണ്ടും അകത്തൊക്കെ പോയോണ്ടും ഞാൻ ചോദിക്കാം, അനുമോൾ അവിടെ ആക്ട് ചെയ്താണോ നിക്കുന്നത്? ഒരു കാര്യം പറയാം, ഇത് സിനിമയും നല്ലത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ്. അതിലെങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ, ആക്ട് ചെയ്യാൻ പറ്റുമോ? 100 ദിവസത്തിന് ക്യാമറയും മറക്കും, നമുക്ക് നമ്മളായിട്ട് നിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് എത്ര വട്ടം ഒരു ഷോയിൽ അഭിനയിക്കാൻ പറ്റും? അനു അങ്ങനെയാണ്. അതില് ഈ ചൂടാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് സ്വഭാവം അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കറിയാലോ. ഇക്ക എന്തിനാ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞത്? അനുമോള് ആ പ്ലാച്ചിനെ പിടിച്ചെടുക്കുമ്പോ എനിക്കൊരു അരോചകമായിട്ട് തോന്നിയായിരുന്നു. എനിക്ക് അപ്പോഴൊക്കെ ദേഷ്യം വന്നോളൂ, എന്തൊക്കെ ഇവിടെ കാണിക്കണേ. പിന്നെ ഷോ കുറിച്ച് അവിടെ ഇതായി പോയില്ലേ, ഭയങ്കര ഇത്ര ദിവസം നിക്കുന്ന പ്രതീക്ഷയില്ല. ഒരു എന്താ പറയാ,
ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് അങ്ങനെ അതെനിക്ക് തോന്നുന്നു അനുമോളെ അറിയാവുന്നവരെല്ലാരും പറഞ്ഞു അനുമോള് 100 ദിവസം അനൂപേട്ടൻ പറയാം 100 ദിവസമൊക്കെ അവളെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന്. അതാണ് ഞാൻ അറിയിക്കണേ. അപ്പൊ അത് നമ്മളിപ്പോ അവിടെ സപ്പോർട്ട് ചെയ്യണേ. അവിടെ അത്രയും ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആളുകളുടെ ആളുകളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ നമ്മള് ആ ഒരു ഷോയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ അവിടെ നിൽക്കുന്നത്. പിന്നെ അവള് പറയുന്നുണ്ട് എനിക്കറിയാം ഈ ഷോ കൊണ്ട് ചിലപ്പോ എനിക്ക് നെഗറ്റീവ് വരും, എനിക്ക് ഈ ഷോ കൊണ്ട് അങ്ങനെ ഇങ്ങനെ വരും എന്നൊക്കെ അവള് പറയാ. അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി. അവൾക്ക് അത് അറിയാം ഇതിന്റെ പാറ്റേൺ. ഇപ്പൊ ഈ അനുമോള് അവിടുത്തെ കണ്ടസ്റ്റന്റ് അനുമോൾക്ക് ഒരു ബാധ്യതയില്ല, ലോണില്ല, കാറിനില്ല, വീടിനില്ല, 16 ലക്ഷം എന്ന് വെച്ചാൽ എല്ലാരും പറയുന്നത് 16 ലക്ഷം കൊടുക്കാനുണ്ട്, അത്രയ്ക്കും പൈസ ഉണ്ടെന്നൊക്കെയാ. ആക്ച്വലി അത്രയും രൂപയും ഇത്ര ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അനുമോൾ? ഒരു 16 ലക്ഷം രൂപ PR-നൊക്കെ കൊടുക്കാൻ പറ്റിയ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അനുമോൾക്ക് കടമൊക്കെ ഉണ്ട്, പൈസയുടെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാര്യം നമ്മള് ഒരു ഷോക്ക് പോകുമ്പോ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ അവള് എപ്പോഴും ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാല് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ, ഇതൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അനുമോള് ഒരു 50,000 ഉദ്ഘാടനത്തോടാണ് മലപ്പുറത്ത്. തിരുവനന്തപുരത്ത് നിന്ന് അവള് വരണം, ഒരു ട്രെയിന് വന്നില്ല, ഒരു ബസ്സിന് 2,000-3,000 രൂപ അതിന് പോകും. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഒരു ഡ്രസ്സ് എടുക്കണം, ഉദ്ഘാടനത്തെ അറിയാലോ, ഒരു അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനത്തിന് പിന്നെ അവൾക്ക് നല്ല ഫാൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു, അറിയാലോ. പിന്നെ PR-ന്റെ ആവശ്യം, ഉദ്ഘാടനത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ അനുമോളെ കണ്ടു ഓടി വരും. ഈ PR-നൊന്നും ആവശ്യമില്ല അതിന്റെ ഒന്നും. പിന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരാൾ വേണമെന്ന്. ഈ ഉദ്ഘാടനത്തിനൊക്കെ അനുമോൾക്ക് ഭയങ്കര പൈസയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ലക്ഷറി? 50,000 രൂപ, 70 രൂപ, മാക്സിമം 1 ലക്ഷം രൂപ അനുമോൾ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എന്റെ അറിയില്ല കേട്ടോ. ചിലപ്പോ വാങ്ങണമെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെയാണ് കിട്ടണേ. ഇപ്പൊ പൈസ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാന് പാവത്തിനല്ലേ, ഞാൻ പറഞ്ഞതുള്ളൂ. ഇതൊക്കെയാണ് എന്റെ അറിവില്. 16 ലക്ഷം രൂപ PR-ന് കൊടുക്കണമെങ്കിൽ പൈസ എവിടെ നിന്നേ? നിങ്ങൾ അനുമോട് വീഡിയോ കണ്ടോ? വീഡിയോയിൽ കണ്ടോ? ഇപ്പൊ ഒരു ഇന്റർവ്യൂ ആണ് ഇറങ്ങിയത്, പോയി കണ്ടാ മതി. അവളെ അച്ഛൻ ഇപ്പോഴും എന്ത് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പാവം. എനിക്കൊന്ന് അനുമോൾ ഇപ്പോഴും വീടിന്റെ അകത്തിരുന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെ പണി ചെയ്ത് തീർക്കണം. അച്ഛന്റെ സർജറി, അച്ഛന് ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന്റെ അടിയിലും കുറെ പേര് കമന്റ് ഇടുന്നു, ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണ്, അച്ഛനൊരു അസുഖം ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ ചേട്ടന് പേഴ്സണലി അറിയാവുന്നോണ്ട് ചോദിക്കുകയാണ്. അച്ഛന്റെ കാലിന്റെ എന്തൊരു അസുഖമുണ്ട്, വയസ്സായല്ലോ, ചെറിയ വയ്യായ്മയൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ മൂക്കിവിടെ ഒരു ചെറിയൊരു ഇതോട്ട് ഇരിക്കുന്നുണ്ട്, സർജറി. അതിന് പൈസ ഉണ്ടായില്ല സർജറി ചെയ്യാൻ വേണ്ടി, അതെനിക്കറിയാം. എല്ലാ സമയത്ത് വർക്കൊക്കെ കുറഞ്ഞ സമയത്താണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ സർജറി ചെയ്യണം, അപ്പൊ റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ മൂക്ക് ഒരു എല്ല് ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ അവള് പറഞ്ഞു അത് സർജറി ചെയ്താ ഒരു 2-3 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ സർജറി ചെയ്തില്ല. അപ്പൊ അതൊക്കെ എനിക്കറിയാം കുറച്ച് കാര്യം. അപ്പൊ ഇന്ത്യയിലെ ആളുകൾ എന്തിനാ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇവര് അവള് ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിൽ ഇവിടെ വിടുക. എന്തിനു സൈബർ ബുള്ളിങ്ങും ഈ പറഞ്ഞ കമന്റ് ഉണ്ട്, അവൾ അങ്ങനെയല്ല. ഇവർക്കൊന്നും ഇവര് പേഴ്സണലി ഇവിടെ അറിയാനേ പാടില്ല, വെറുതെ അങ്ങോട്ട് പറയാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീ എൻട്രിക്ക് ശേഷം അനുമോളെ കുറച്ച് സൈബർ ബുള്ളിങ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പേര്, എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റപ്പെടല് അല്ലെങ്കിൽ അനുമോള് ഭയങ്കരമായിട്ട് ഇപ്പൊ സ്ട്രഗിൾ ചെയ്താ നിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാരും ആക്രമിക്കാൻ ചെല്ലുമ്പോ ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ആക്രമിച്ചു, അതിഭീകര ആക്രമണമായിരുന്നു. കാര്യം എന്താ പറയാ, നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ചെന്നിട്ട് എല്ലാരും ഇതിന്റെ അനുമോളം അങ്ങോട്ട് കൊട്ടി. എനിക്ക് തോന്നുന്നു അഭിലാഷൊക്കെയാണ് കൊട്ടാത്തുള്ളൂ. അഭിലാഷും എനിക്ക് തോന്നുന്നു ജിഷിൻ ചേട്ടനൊക്കെയാണ് ജിഷിനൊന്നും കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ ആളുകളും അനുമോൾ ചുമ്മാ ടാർഗറ്റ് ചെയ്യാം. എന്താണ് കാര്യം, എന്തിരിക്കണോ, എന്ത് കാര്യമുണ്ട്? അനുമോൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ഹേർട്ട് ആയത് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന എന്തായിക്കോട്ടെ, കൂടെ നിന്നവര് പോലും നിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും. അത് ഇനി അവിടെ ഇറങ്ങും പറയാനുള്ള കാര്യം, ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കണ്ടേ, എന്നെ പോലും. കാര്യം എന്തിനാണ് ഒരു നമ്മള് ഞാൻ ഭയങ്കര വിഷമയത് കണ്ടത്. അവരൊക്കെ ശരിക്കും പറഞ്ഞാല് അനുമോളുടെ കൂടെ നിക്കണം. കാര്യം ഞാൻ ആലോചിച്ചാണ്, അതാ നമുക്കൊക്കെ അവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മള് ലൈഫില് ഒരു ഞാൻ മനസ്സിലായി കൂട്ടുകാരനൊരു പ്രശ്നം വരുമ്പോ നമ്മൾ അവന്റെ കൂടെ കട്ടക്ക് നിൽക്കണം. അവനൊരു തെറ്റ് സംഭവിക്കുമ്പോ തെറ്റ് തിരുത്തിയിട്ട് നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. അതാണ് റിയാലിറ്റി, അതാണ് റിയൽ ഫ്രണ്ട്സ്. റിയാലിറ്റി അതാണ്. അല്ലാതെ
അവന് ഒരു വീക്ക് സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു വീക്ക് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ആ വീക്ക് പോയിന്റ് ചൂണ്ടിക്കാണിച്ച് അവനെ തള്ളി പറയുക, അവനെ അകറ്റി നിർത്തല്ലേ ചെയ്യേണ്ടത്. ആ വീക്ക് പോയിന്റ് എടാ ഇങ്ങനെ നിനക്ക് ചെറിയ പ്രശ്നമുണ്ട്, നീ ശ്രദ്ധിക്കണം, നീ എന്ന് പറഞ്ഞാൽ അവനെ ചേർത്ത് നിർത്തതല്ലാതെ അവരുടെ കൂടെ ഇവനെ ശത്രുക്കളുടെ കൂടെ നിന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യല്ല ചെയ്യണ്ടേ. ഒരു ടീം ഒരാളെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു യാത്ര ചെയ്യണം, റോട്ടിലൊരുത്തനെ ഒരു 5 പേർ കൂടി തല്ല, ഇനി അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഞാൻ പിടിച്ചു മാറ്റിയിട്ട് എന്താ പ്രശ്നം, ഒരാളെ 5 പേരും കൂടി തല്ലല്ലേ, അല്ല 5 പേര് അറ്റാക്ക് ചെയ്യല്ലേ, മോശമാണ്. അതൊരു മനുഷ്യത്വല്ല. ഏത് ഈ ഒരു വ്യക്തിയെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അതൊരു ജയമല്ല. ആ വ്യക്തിയെ തോപ്പിച്ചിട്ടും കാര്യമില്ല. അനിമോളെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഇവർക്ക് എന്ത് നേടും? അനിമോൾക്ക് നെഗറ്റീവ് വരുന്നവർ വിചാരിച്ചാണ് നെഗറ്റീവ് വരുന്നില്ല കേട്ടോ, ഒരിക്കലും വരില്ല. ഒരിക്കലും വരില്ല. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് വരില്ല. ഒരാൾ പറഞ്ഞ വേറെ ആൾക്ക് നെഗറ്റീവ് വരാൻ തോന്നുന്നു. അങ്ങനത്തെ കാലമൊക്കെ കഴിഞ്ഞു. ആളുകൾക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ആളുകൾ വ്യക്തിയെ ജഡ്ജ് ചെയ്യുള്ളൂ. ചുമ്മാ ഒരാൾ അങ്ങനെ ഇവരൊക്കെ ഇതൊക്കെ പറയുമ്പോ ഇതിന്റെ മുമ്പത്തെ ഉള്ള വീഡിയോ ക്ലിപ്സുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് റിയൽ സാധനങ്ങൾക്ക് പുറത്തേക്ക് വരാണേ. അപ്പൊ എന്താ പ്രശ്നം പറഞ്ഞോ, ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ആളുകൾക്ക് പുറത്തേക്ക് വരും. ഇത് പറഞ്ഞ ആളുകൾ റിയൽ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇത് ഒരു എന്തിനാണ് മിണ്ടാതിരുന്ന മതിയില്ലേ. ഇവരൊക്കെ ചുമ്മാ ഒരേ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ആളുകൾ മറന്നുപോയ കാര്യങ്ങൾ ഇതൊക്കെ, ആളുകൾ മറന്നുപോയ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് വീണ്ടും റീ എൻട്രിയിൽ വന്നിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ആളുകളെ വീണ്ടും ഇത് ഓർമ്മിച്ച് അവർക്ക് വീണ്ടും ഈ ആളുകൾക്ക് ഹെയ്റ്റ് കുറഞ്ഞു പറഞ്ഞാൽ വീണ്ടും അവർക്ക് ഹെയ്റ്റ് കൂടുക. അനിമോൾക്ക് ഓൾറെഡി അനിമോൾ അവിടെ ഫൈനലിൽ വന്നു. ഇനി കപ്പ് എടുക്കോ എടുക്കാതിരിക്കോ, ഓൾ ദ വെരി ബെസ്റ്റ് എന്നും പറഞ്ഞ് എല്ലാവർക്കും ചിലപ്പം പറഞ്ഞ് പോകേണ്ട ആളുകൾ വന്നിട്ട് പഴയ കാലങ്ങൾ കുത്തിപ്പൊക്കി ഇവരങ്ങനെ ചെയ്തു, ഇവരാണ് ചെയ്തത്, അവരെ ചെയ്ത്, ഇവരാരും അല്ല ചെയ്തത്, അവര് തന്നെയാണ് അവരെ കുഴി തോണ്ടിയത്. അതുകൊണ്ട് അവര് പുറത്തായത്. മനസ്സിലായോ? ഇവര് തന്നെ കുഴി തോണ്ടി ഇവര് പുറത്താവും ചെയ്തിട്ട് ഈ കുഴി തോണ്ടിയത് വേറെ ആളാന്ന് പറഞ്ഞു. ഇവരുടെ ഗെയിം പ്രോപ്പർ ആണ്, ഇവരുടെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചെങ്കിൽ ഇവരും ടോപ്പ് 5 വന്നേനെ. ഞാൻ നോക്കിയപ്പോ കഴിഞ്ഞ ദിവസം ഷാരിക, നിങ്ങളെ അവതാരിക്കല്ലേ ഷാരിക പറയണേ നല്ല ഗെയിമേഴ്സ് ഒക്കെ പുറത്താണ്, എല്ലാരും തോറ്റില്ലേ, ഞങ്ങളൊക്കെ നല്ല ഗെയിമേഴ്സ്, ഇപ്പൊ അവിടെ ഉള്ള മോശം ഗെയിമേഴ്സ് ആന്ന് പറഞ്ഞത്. ഏതൊരു ഇന്റർവ്യൂ ഞാൻ ചിരിക്കാണേ. ഷാരിക എന്ത് ന്യൂസ് റീഡർ ആയിട്ടാണ് അകത്ത് പോയത്, എല്ലാരെയും ഇന്റർവ്യൂ ചെയ്യാണ്. എന്നെ ചെയ്യണത് എല്ലാരും ഇന്റർവ്യൂ ഒക്കെ ചെയ്യാണ്. നിങ്ങളുടെ പ്രശ്നം പറയും, പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ഞാനിരുന്ന് ചിരിച്ചിട്ട് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഷാരികയുടെ കൂടെയാ. നിങ്ങളുടെ ഞാനങ്ങോട്ട് പൊളിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്റെ അപ്പൂനൊന്നും ഇടിച്ചാണ്. അപ്പൂനെ ഫസ്റ്റ് ഇടിക്കണം. കാര്യം എതിരൊരു പെണ്ണിന്റെ സംസാരം ആണിന്റെ രൂപത്തിൽ ഒരാളെ കൊണ്ടുതന്നെ മുമ്പിലെടുത്തേക്ക. നിങ്ങൾ സ്ട്രൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ മടക്കി വെച്ചിട്ട് മുടിയൊക്കെ ബോബിക്കോട്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് അതൊന്നും കണ്ണട വെച്ചിട്ടില്ല. ഒരു ആണിന്റെ രൂപവും പെണ്ണിന്റെ സംസാരവും. അങ്ങനെ ആളെന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ ചുമ്മാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിരിക്കുക. അത് വീണ്ടും ഷാരിക ചേച്ചി ഷിയാസൊക്കെ എൻ്റർ ചെയ്തപ്പോ ഷാരിക ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. ഷാരിക ആക്ച്വലി ഞാൻ ഉള്ളപ്പോ ഇല്ല. ഷാരികനെ ഞാൻ ലാസ്റ്റ് സിജോടെ കല്യാണത്തിനാണ് കണ്ടത്. അന്ന് എന്റെ കൂടെ വൈഫുണ്ട്. വൈഫ് കാണിച്ചത് ഇയാളെ മനസ്സിലായോ? ഞാൻ പറഞ്ഞ പാവാണ്. എനിക്ക് പാവായിട്ട് തോന്നിട്ട് അവരിപ്പൊ ഈ ഇന്റർവ്യൂലൊക്കെ അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവരങ്ങനെ പറയാൻ പാടില്ല. കാര്യം അവര് എന്റെ 3ാമത്തെ ആഴ്ചയോ 2ാമത്തെ ആഴ്ച, 4ാമത്തെ ആഴ്ച പുറത്തായത്, എത്രാമത്തെ ആഴ്ച പുറത്തായത്, 3ാമത്തെ ആഴ്ച പുറത്തായത്. അവരൊക്കെ ഫൈനലിൽ വരാം. അവരിപ്പോ അകത്ത് പോയിട്ട് സംസാരിക്കുന്നില്ലേ. ഞാൻ മനസ്സിലായി RJ ബിൻസി, ഈ പറഞ്ഞ മസ്താനി, ഈ പറഞ്ഞ ഷാരിക, ഈ മുൻഷി ചേട്ടനൊക്കെ ഇല്ലേ, ഇവരൊക്കെ ഇപ്പൊ പോയിട്ട് ഇങ്ങനെ ഭയങ്കര ഫയറായിട്ട് നിൽക്കുന്നില്ലേ. ആ ഒരു ഫയർ അന്ന് നിന്നായിരുന്നെങ്കിലേ ഇവരൊക്കെ ഭയങ്കര പേരെടുത്ത് പുറത്തിറങ്ങാം. ഇവര് വളരെ ന്യൂട്രലായിട്ട് നിന്നിട്ട് ആ പൈസ മാറ്റി പോന്നു, സാലറി മാറ്റി അവര് പോയി. അപ്പൊ പിന്നെ ഇപ്പോ അവര് ഈ വന്നിട്ട് പോയിട്ട് ഇപ്പൊ റീ എൻട്രിക്ക് എന്നിട്ട് എല്ലാരും ഹാപ്പി ആയിട്ട് ചിൽഡ്രൻ പോണേന് ചുമ്മാ ഫയറാവാ. അല്ലെ ആദ്യം ഇപ്പൊ ഈ റീ എൻട്രി കണ്ടപ്പോ ആദ്യ പ്രാവശ്യം ഷോക്കായി. ഇനി അവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുത്തേക്കാണ്, എല്ലാരും എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഒരു സീസണിലും കാണാത്തൊരു. ഞാൻ ആലോചിച്ചൊരു കാര്യമാണത്. ഇവരെന്തിനാണ് ഇവര് പോയിട്ട് ഫൈറ്റ് ആണ്. സാധാരണ റീ എൻട്രി ചെയ്യുമ്പോഴത്തേനും മാക്സിമം കളർഫുൾ ആക്കാനും സമ്മതിച്ചു. ഇവരെന്താണ് ഫൈറ്റ് ചെയ്യണേ? ഇതൊന്ന് റീ എൻട്രി ചെയ്തവര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റന ഫാത്തിമയും മുൻഷിച്ചേട്ടനും ഫൈറ്റ് ചെയ്യണം. ചിരിച്ചിട്ട്
പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് അതായത് ഫോൺ വിളിച്ചിട്ട് തീർത്താ മതി. നീ എന്തിനാ മോളെ അങ്ങനെ പറഞ്ഞത്? തീർത്തിട്ട് ജീവിതത്തിൽ ഒരു പേഴ്സണൽ ഗെറ്റ് വെച്ച് നടക്കുന്ന ഈ ബിഗ് ബോസ് ഷോ പേഴ്സണൽ ഗെറ്റ് വെച്ച് നടക്കുന്ന ഷോ ഇല്ലാന്ന്. അതൊരു ഷോയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിഷയം സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്ത് കോമഡി അല്ല. ഇപ്പം പേഴ്സണൽ ഗ്രഡ്ജിന്റെ എനിക്ക് ഇതിൽ പല കണ്ടസ്റ്റന്റിലും ഭയങ്കര ഉള്ളിൽ എന്താ പറയാ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് പെരുമാറണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ അനുമോൾ നെവിന്റെ കാര്യത്തിലായാലും ഇപ്പൊ അനുമോളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയാ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള പോലെ അല്ലെങ്കിൽ എല്ലാം എന്താ പറയാ ഗെയിമിനപ്പുറം പേഴ്സണൽ ആയിട്ട് എല്ലാരും എടുക്കുന്നുണ്ട് എന്നൊരു ഡൗട്ട് എനിക്ക് പലപ്പോഴും ഇത് കണ്ടപ്പം ആസ് എ വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര മോശം. അത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നടക്കണ്ടാന്ന്. ആ ഷോ കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് സാബുഖാനെ കാണാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാ. അത് ഞാൻ സാബുക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നടക്കുന്ന ആളുകളുടെ ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാരും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഷെയ്ക്കാൻ കൊടുക്കാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങള് എന്തിനാന്നേ ആ ഒരു ഷോ കഴിഞ്ഞാൽ തീർന്നു. ഒരാൾ ജയിക്കും, ബാക്കിയുള്ള ഒരു സെക്കൻഡും തേർഡും അങ്ങനെയൊക്കെ ആവും. പിന്നെ അത് ഒരു വൈരാഗ്യ ബുദ്ധിയോട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് കരിയർ സിസ്റ്റം ചെയ്ത് വേറെ വഴിക്ക് പോവുക. നമ്മൾ അയാളെ ഫോളോ ചെയ്ത് അയാളെ ടാർഗറ്റ് ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കഴിഞ്ഞാൽ അത് തീർന്നു. അല്ലെങ്കിൽ അത്രയും വലിയ ഇതൊക്കെ ആയാൽ മാത്രമേ അത് പോയിട്ട് സംസാരിച്ച് തീരില്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യുക. അല്ലാതെ മീഡിയ വന്നിട്ട് ഒച്ചപ്പാടുക, മൊബൈലിലൂടെ വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടുക, അങ്ങോട്ട് പറയുക, ഇങ്ങോട്ട് പറയുക, അവിടെ കമന്റ് അടിക്കുക, ഇവിടെ കമന്റ് അടിക്കുക, അങ്ങോട്ട് പറഞ്ഞ് മൊത്തം വിഷയമാവും. എന്ത് കാര്യമുണ്ട്? ഇപ്പൊ ഷിയാസിക്ക് അനുമോള് ഫ്രണ്ടാണ്, നിങ്ങൾ ഉടക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ഉടക്കിയിട്ടൊക്കെ ഉണ്ടാവില്ല. അവള് ചെറിയ കുട്ടികളെ പോലെയാണ്. ബ്ലാക്ക് അത്ര ചെറിയ കാര്യം മതി. അപ്പൊ അതിനകത്ത് ആദിലെയും നൂറയൊക്കെ ഇങ്ങനെ പിണങ്ങാൻ നേരത്ത് ആദിലെ അല്ലെങ്കിൽ നൂറയൊക്കെ പറയുന്നത് എപ്പോഴും അനുമോളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലണം, അനുമോള് ചെല്ലണം. അങ്ങനെ പേഴ്സണലി അല്ലെങ്കിൽ റിയലില് അനുമോൾ അങ്ങനെയാണോ ചെയ്യാറ്? ഒരിക്കലല്ല. അവളുടെ ലൈഫില് അവള് അങ്ങനെ വലിയ വാശി എന്നുള്ള ഒരാളല്ല. പിന്നെ ഇഷ്ടമുള്ളവരവളത് കാണിക്കുന്നേ, ഇഷ്ടമുള്ളവരവള് കാണിക്കുന്നത്. അതങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളെല്ലാരും അങ്ങനെയല്ലേ. ഒരു സ്വാതന്ത്ര്യം നമ്മളോട് ഇപ്പൊ ഇഷ്ടം. ഇപ്പൊ കെന്നയുടെ ഹസ്ബൻഡായിട്ട് ചെറിയ പണക്കം വന്നു കഴിഞ്ഞാൽ അവൻ എന്റെ അടുത്ത് മിണ്ടട്ടെ അല്ലേ, അനുമോള്. അല്ലാതെ വേറെ പേഴ്സണൽ ഇതൊന്നും ഇല്ല. ഈ അനുമോളെ അറിയാവുന്നവരെല്ലാരും പറയുന്നത്, ഇപ്പൊ ലക്ഷ്മി ചേച്ചി ആയിക്കോട്ടെ, അനൂപേട്ടൻ ആയിക്കോട്ടെ, സ്റ്റാർ മാജിക്കില് അല്ലെങ്കിൽ പുറത്ത് അനുമോളെ നല്ലോണം അറിയാവുന്നവർ പറയണ അനുമോളുടെ അത്ര പിശുക്കി ഞങ്ങൾ ഈ ഭൂലോകത്ത് കണ്ടില്ല. അനൂപേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ട് പോലും ഒരു ലഡു മേടിക്കാത്തവളാണ് 16 ലക്ഷം രൂപ PR കൊടുക്കുന്നത്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഷിയാസിക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവിടെ കോമഡിയാ. വണ്ടിയുടെ പൈസ വാങ്ങിച്ചാ ഉദ്ഘാടനത്തിന് വാങ്ങിച്ചാ അതങ്ങനെയാണ്. അവള് കാശിന് വാല്യൂ ഉള്ളവളാ. അവൾ അങ്ങനെയൊന്നും പൈസ ഒന്നും 16 ലക്ഷം ഒന്നും കൊടുക്കൂല. നിനക്ക് എന്ത് ആളുകൾ ചുമ്മാ പറയാം. ആരത് പറഞ്ഞിട്ടുണ്ടാക്കി തന്നെ 16 ലക്ഷത്തിന്റെ ഒരു ഇത് വന്നത് പെട്ടെന്ന് ഒരു മുഹൂർത്തത്തില് മൊത്തം കേൾക്കുന്നത് 16 ലക്ഷം രൂപയാണ്. പക്ഷെ അത് പല കണ്ടസ്റ്റന്റും പറഞ്ഞ അനുമോള് തന്നെ അവരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അനുമോള് ഒറ്റ തള്ളുകളിയായിരിക്കും. എല്ലാവർക്കും ഒരു ഭയം ഒരുക്കട്ടെ. ഇങ്ങനെ ഒരു ഭയം. അതന്നെ ഇത് പുറത്തുനിന്ന് കേട്ടപ്പോ ഷിയാസിക്ക് എന്ത് വിചാരിച്ചു? ആദ്യമായിട്ട് കേൾക്ക ഇവള് 16 ലക്ഷം രൂപയോ അങ്ങനെ വിചാരിച്ചു. എനിക്ക് ചിരി തന്നെ. അവളുടെ കോമഡിയാണ്. അവള് 25,000 എടുക്കാനല്ല ഉദ്ഘാടനം പറയുക. എനിക്ക് ബിഗ് ബോസ് മുമ്പ് ഒരാഴ്ച മുമ്പ് ഉദ്ഘാടനം നിന്നിട്ട് പറഞ്ഞോ എനിക്ക് ഡ്രസ് എടുക്കാൻ പൈസ ഇല്ല. ആണോ? നിങ്ങള് മറ്റേ ഇനാഗ്രേഷൻ ടീംസ് ആണല്ലോ അല്ലേ? ഇക്ക ഉണ്ടെങ്കിൽ അവിടെ അനുമോളുണ്ടാവും. ആ കോംബോ എങ്ങനെയാ വന്നത് ഇനാഗ്രേഷനിൽ? നിങ്ങള് രണ്ടുപേരെ വിളിച്ചിട്ട് എല്ലാരും ഇനാഗ്രേഷന് കൊണ്ടുപോണേ. ഈ ലേഡീസിനും ജെന്റ്സിനും ബ്യൂട്ടി പാർലർ ഞാനും നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു കുറെ കേരളത്തില്. നാച്ചുറൽസും ടോണിയങ്ങയും ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും നിങ്ങള് രണ്ടുപേരും മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ്. അപ്പൊ അനുമോൾ എങ്ങനെ വരുന്നത്? ട്രെയിന്. അത് അനുമോൾ തിരുവനന്തപുരത്ത് വരും. അപ്പൊ മലപ്പുറത്താണെങ്കിൽ കുറ്റിപ്പുറത്ത് ഇറങ്ങും. അല്ലെങ്കിൽ A1 ട്രാവൽസ് ഉണ്ടല്ലോ, അതിൽ വരും. അതെവിടെയും ബസ് നിർത്തുമ്പോ ഞാൻ വന്ന് പിക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. കോമഡിയാണ് അവളുടെ കാര്യങ്ങൾ. ഈ അനുമോൾ പർദ്ദ ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പർദ്ദ. അവൾ ആക്ച്വലി എന്താ അറിയാം,
അവളെ ഒരു ഓൾറെഡി കുറച്ച് ആളുകൾ അറിയുന്നില്ല. അപ്പൊ ഈ ട്രെയിനിലും ബസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആളുകൾ നോക്കൂലേ, മനസ്സിലായി. ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണം, അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കും. ഇവളുടെ കോമഡി എങ്ങനെ അറിയോ, ഇവൾ ലോക്കൽ ടിക്കറ്റ് എടുക്കും, എന്നിട്ട് ടീച്ചറെ പോയി കണ്ടിട്ട് ടീച്ചറുടെ സാറെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് സ്ലീപ്പറിൽ കയറി ഉറങ്ങി വരും. ഇവരുടെ തീരുമാനങ്ങൾ അങ്ങനെയല്ലേ. ഉദ്ഘാടനം ഇപ്പൊ ഒരാഴ്ച മുമ്പ്, അപ്പൊ ചിലപ്പോ ഒരാഴ്ച മുമ്പ് ചിലപ്പോ ടിക്കറ്റ് കിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ഇടൂലേ, അറിയാലോ. അപ്പൊ ഒരാഴ്ച മുമ്പ് ഉദ്ഘാടനം ഒരിക്കലും നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ലിസ്റ്റിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ട്രെയിനിലൊക്കെ അവള് റയറായിട്ടൊക്കെ വരുള്ളൂ. കൂടുതലും ബസ്സിലാണ്, A1 ട്രാവൽസ് ആണ്. A1 ട്രാവൽസിൽ ആ ചേട്ടന്റെ നമ്പർ എനിക്ക് തരും, വിളി കിടന്ന് ഉറങ്ങും. അപ്പൊ ചേട്ടനെ വിളിക്കും, ഡ്രൈവറെ വിളിക്കും, ചേട്ടാ ഈ ബസ് എപ്പോഴെത്തും. അപ്പൊ ഷിയാസെ എന്നെ അറിയാം. കാര്യം മിക്കപ്പോഴും ഞാനായിരിക്കും ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോ പിക്ക് ചെയ്യണതൊക്കെ അവിടെ. എന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് തോന്നി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യാൻ ഞാനവിടെ കൂടി, ആണുങ്ങളും പെണ്ണുങ്ങളും നോക്കുമ്പോൾ ഒരുമിച്ചൊരു ഇത്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരുപാട് കാര്യം എനിക്ക് അവിടെ ഭയങ്കര കംഫർട്ടായിരുന്നു. എന്റെ പെങ്ങളുടെ ഷീബയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അവിടെ എനിക്ക് പറയാൻ പറ്റും. ഷീബ ഞാൻ തമ്മിൽ 1 വയസ്സ് 1.5 വയസ്സ് ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ അനുമോൾ ഞാൻ തമ്മിൽ ഒരു 5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്, 4-5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അനുമോള് കുട്ടിത്വമുള്ള ഒരു ക്യാരക്ടറാണ്, ചെറിയ കുട്ടികളൊക്കെ പോലെ. അപ്പൊ പിന്നെ എനിക്ക് അത് ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ എന്റെ വൈഫ് എന്റെ കല്യാണത്തിന് രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു, വെളുപ്പിനെ എത്തി. അതൊരു പിറ്റേ ദിവസം പോയത്. അത്രയും ഒരു ഭയങ്കര ഒരു അടുപ്പുള്ള ആള്. ഈ ഫോട്ടോ നിക്കാനുണ്ടായിരുന്നു, കല്യാണത്തിനുണ്ടായിരുന്നു, എല്ലാം അത്രയും റിസപ്ഷൻ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. അത്രയും ഒരു അടുപ്പായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളിപ്പോ പറയാൻ പറ്റുള്ളൂ. ആളുകൾ പറയുമ്പോ ഷിയാസ് ഇപ്പൊ ഞാൻ അനുമോൾക്ക് ഒരു പോസ്റ്റ് ഇടുമ്പോ എന്നെ തെറി വിളിക്കും, അനുമോളുടെ PR വന്നു പറയും, അനുമോൾ അത് ഇത്. ഞാൻ ആലോചിക്കാണ്, എനിക്ക് അനുമോൾ എന്ന് പറഞ്ഞൊരു ഒരു വാക്കിൽ പറഞ്ഞാൽ തീരാവുന്ന ബന്ധമല്ല. എന്റെ ഇപ്പൊ അവളുടെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും എപ്പോ വേണമെങ്കിലും അവരിപ്പോ എന്റെ കൂടെയാണെങ്കിൽ അവളെ എവിടെ വേണമെങ്കിലും വിടും. അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോ എനിക്ക് കംഫർട്ടാണ് ഒരു ആർട്ടിസ്റ്റ് അനുമോളെ വിളിക്കാനാണ്. അതിൻ്റെ ഉള്ളു വേറെ ആരും. പിന്നെ പൈസ ഇല്ലെങ്കിൽ എന്റെ ഭാര്യനെ വിളിക്കും. എന്റെ വൈഫ് തന്നെ പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറയും, അവൾക്ക് ഉദ്ഘാടനത്തിന് വരാൻ താല്പര്യമില്ല. അപ്പൊ എന്റെ വൈഫിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് പോകും. അപ്പൊ അത്രയും ഒരു അടുപ്പുള്ള ആളാണ്. എന്റെ കുടുംബമായിട്ടാണെങ്കിലും പെരുമ്പാവൂർ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വരുവോള്, തിരുവനന്തപുരം വന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ട്. അത്ര അടുപ്പുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് ബന്ധമാണ്. അപ്പൊ പിന്നെ അതിപ്പോ ഇനിയിപ്പോ ബിഗ് ബോസിൽ പോയി അവൾക്ക് കുറച്ച് ആൾ നെഗറ്റീവ് പറഞ്ഞാൽ ആ ബന്ധം പോകില്ല, അത് മരണം വരെ ഉണ്ടാവും. ഇപ്പൊ ഈ അനുമോളുടെ ഒരു കേസ് പറയുമ്പോ അനുമോൾ ചെയ്തേക്കുന്ന അവിടെ കുറച്ച് ഇപ്പം അനുമോള് ചെയ്തേക്കുന്ന എല്ലാം നമ്മൾ കറക്റ്റ് ആന്ന് പറയുന്നില്ല. അവിടെ കുറച്ച് ഇപ്പം ജിസേൽ ആൻഡ് ആര്യന്റെ ഇഷ്യൂ അത് ഈ കേക്ക് അറിയായിരിക്കും. ഞാനത് അനുമോള് അതിന്റെ അകത്ത് ചോദിച്ചിരുന്നേ. അപ്പൊ അനുമോള് പറഞ്ഞതിൽ ഉറച്ചിരിക്കുക ഞാൻ കണ്ടതാക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനത് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനപ്പോ അവളൊരു കാര്യം പറഞ്ഞു, മോളെ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കണ്ടില്ല മറ്റ് മുന്നോട്ട് പോവുക, അതൊന്നും വിളിച്ചു പറയണ്ട, അത് കർമ്മലേക്ക് ബൂമറാങ് എന്ന് പറഞ്ഞു. അതെന്താ എന്ത് ചെയ്തോട്ടെ. അവളത് പറഞ്ഞോണ്ടാണ് അവര് ജിസേൽ ആരും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പായത്. പിന്നെ ജിസേലിന്റെ അമ്മ വന്നപ്പോ കുറച്ച് പിന്നെ നമ്മള് മലയാളം ഒരു ഷോ ഉണ്ട്, ഈ ഷോയില് ഒരു പാറ്റേൺ ഞങ്ങള് ആ ഷോയിലുള്ള സമയത്ത് ആണുങ്ങൾക്ക് സെപ്പറേറ്റ് റൂം പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് റൂമാണ്, അല്ലാതെ ഒരുമിച്ച് ബെഡ് ഷെയറിംഗ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനതില് ഇപ്പൊ ഞാൻ ഒരു എന്ത് പോലീസ് സദാചാര പോലീസുകാരാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ അനുമോളെയാണ് അവിടെ എല്ലാവരും കുലസ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചെയ്യുമ്പോ ക്ലീവേജ് ഇടുന്ന ഡ്രസ്സ് ഇടരുതെന്നൊക്കെ അനുമോൾ ഉപദേശിക്കുന്നു, അങ്ങനെ പറയുന്നു. അപ്പൊ അവിടെ പലരും ചോദിക്കുന്നുണ്ട് അനുമോൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ വസ്ത്ര സ്വാതന്ത്ര്യം. ഇപ്പൊ 2025 ആയി, ഒരു കുലസ്ത്രീ ചമയയിലാണ് അനുമോളുടെ ഒരു പ്രധാന ഇതെന്ന് എല്ലാരും പറയുന്നുണ്ട്. അത് ഇക്കൊക്കെ എങ്ങനെയാണ് അനുമോളുടെ ആ ഒരു ക്യാരക്ടർ? വീട്ടിൽ നാട്ടിലൊക്കെ പോയി മനസ്സിലാണോ അവൾ അങ്ങനത്തെ നാട്ടിൽ നിന്ന് വരുന്നത്. ഞാൻ പിന്നെ ഞാൻ അവള് ഇറങ്ങിയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ഒരു ഷോയിലേക്ക് പോയി അങ്ങനെ മിണ്ടാതിരിക്കാൻ അവള് അവിടെ ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടോടെ. അല്ല പൊതുവെ അങ്ങനെയുള്ള നേച്ചറാണോ? അല്ല പുറത്തും അങ്ങനെയാണോ അനുമോൾ ഇങ്ങനെ ഇടരുത് അങ്ങനെ ഇടരുത് എന്നൊക്കെ പറയും? നമ്മുടെ ഷോയിലൊക്കെ പെൺകുട്ടികൾ ഗൈഡ് ചെയ്യാറുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അവൾ അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് മനസ്സിലാകും. ഈ ഷോ കഴിയുമ്പോൾ അവൾക്ക് ഇതൊരു അവളുടെ നേരെ തിരിച്ചു വെച്ചൊരു കണ്ണാടി. അവൾക്ക് മനസ്സിലാവും ഇനി കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ട് ലൈഫിൽ, കുറെ കാര്യങ്ങൾ. അവൾ കപ്പെടുത്ത് പുറത്തു വരുമ്പോൾ ആലോചിക്കും എനിക്ക് കുറച്ചുകൂടി നല്ല, എനിക്ക് കുറച്ച് ക്ലീൻ ഇമേജ്, ഇതൊന്നല്ല എന്റെ ഇമേജ്, എനിക്ക് കുറച്ച് മാറാനുണ്ട്, എന്റെ സ്വഭാവത്തിൽ കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ടെന്നൊക്കെ അവൾ മനസ്സിലാക്കും. നോ പ്രോബ്ലം. പിന്നെ ഇത് ആ ഒരു ഷോ കൊണ്ട് അവളെ ജഡ്ജ് ചെയ്യാനുള്ള മലയാളികൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ് തീരും.
ഇതൊരു ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇടതല മൂർച്ചയുള്ള കത്തിയ എങ്ങനെ വെട്ടിയാലും മുറിയും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു ഈ റീ എൻട്രി കാരണം ഏറ്റവും കൂടുതൽ അനുമോൾക്ക് ഫാൻ ബേസ് കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും നാൾ ഒരു ഡീഗ്രേഡിങ് നെഗറ്റീവ് ഉണ്ടായിരുന്ന ഒരു അനുമോള് എന്ന് വെച്ചാൽ ആരുടെയും പേഴ്സണൽ ഫേവറേറ്റ്, പക്ഷെ ഒരു റീ എൻട്രി വന്ന് എല്ലാരും കൂട്ടാക്രമണം, അവിടുന്ന് ഇവിടുന്നും നിന്നവരും ആക്രമിക്കുന്നു, നിന്നവരും ഒറ്റപ്പെടുത്തുന്നു. അപ്പം എന്താ പറയാ, ഇഷ്ടമല്ലെങ്കിൽ കൂടി ഒരു സഹതാപം അനുമോളോട് ഇപ്പൊ എല്ലാ പ്രേക്ഷകർക്കും വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, ബിഗ് ബോസ് എന്ന ഷോ ഒരു സഹതാപ ഷോ എന്നല്ല, അങ്ങനെ പിടിച്ചു നോക്കാൻ പറ്റില്ല. പക്ഷെ അനുമോൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അനുമോൾ അവരുടെ അടുത്ത് എതിർക്കാനോ ഒന്നും നിന്നില്ലല്ലോ. അതാണ് അവിടെ പ്രശ്നം. അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോയായിരുന്നെങ്കിൽ വിഷയം വഷളാവും. അവള് മിണ്ടാകുന്നു. ഞാൻ അവൾക്കറിയാം ഞാൻ ടോപ്പ് 5-ലാണ്. അവര് വന്നു, അവര് ചിലപ്പോൾ 2 ദിവസം പോകും. ഇവരോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവര് തോറ്റു പോയതല്ലേ എന്ന് അനുമോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതൊരു ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ആവശ്യമാണ്. അവളെ ചിന്തിച്ചുകൊണ്ട് അവളവിടെ ഉണ്ടാതെ നിന്നു. അതാണ് ഇതിന്റെ ഒരു ലോജിക്കലി ആലോചിക്കുമ്പോ അനുമോൾ ഇപ്പോ നിലവിൽ അവിടെ ടോപ്പ് 5-ലെത്തി. ഇവര് പുറത്തുനിന്ന് വന്നിട്ട് എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പിന്നെ പക്ഷെ ഇത് പാനിക്കാവുന്ന ആളുകളാണ് ചിലപ്പോ. ഷാനവാസിക്ക് ചിലപ്പോൾ പാനിക്കാവും. അക്ബറിന് ആരോ ചെവി പറഞ്ഞു അനുമോളുടെ ഫാൻസ് അക്ബറിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്തിരുന്നു, മീൻസ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനൊന്നും ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടോ? എനിക്ക് അക്ബറിക്കയുടെ ഫാമിലിനെ അത്ര അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ അറിയില്ലല്ലോ, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു ടോക്സിക് ഫാൻസ് ആണോ ബിഗ് ബോസിന്റെ? ആണോ? അല്ല. ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആണ്. അതിലെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളും ഭയങ്കര റിയൽ ആണ്. ഒരാളെ താറടിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ അതിലിപ്പം ലാസ്റ്റ് ഇറങ്ങിയപ്പം അവിടെ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് അതിൽ ഔട്ട് ആവും എന്ന പ്രതീക്ഷ സമയത്ത് അനുമോള് ഇപ്പൊ PR-ന്റെ നമ്പർ എഴുതി കൊടുക്കുന്നു, എന്നിട്ട് അക്ബറിനെ നെഗറ്റീവ് ആക്കാൻ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു PR-ന്റെ നമ്പറൊക്കെ കാണാപ്പാടം അറിയാൻ പറ്റുമോ? 100 ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും കാണാപ്പാടം പഠിച്ചു വെക്കണമെങ്കിൽ അതിലാണ് ഇപ്പൊ ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടാവുക. അനുമോള് ഭയങ്കരമായിട്ട് കരയും. അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. ഇനി അങ്ങനെ ഒരു നമ്പർ ഞാൻ ബിഗ് ബോസിൽ 100 എന്റെ ഫോണിന്റെ ഷേപ്പ് തന്നെ മറന്ന ഒരാളാണ്. അതാണ് അല്ല അച്ഛന്റെ അമ്മയുടെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവള് പറയുന്നുണ്ടല്ലോ അച്ഛനും അമ്മയുടെ നമ്പർ മാത്രം എനിക്ക് കാണാപ്പാടാറുള്ളൂ. അപ്പൊ ഒരു PR-ന്റെ നമ്പർ എഴുതി കൊടുക്കുന്നു, അക്ബറിനെ നെഗറ്റീവ് ആക്കണം എന്ന് പറയുന്നു. അല്ല അക്ബർ നെഗറ്റീവ് ആക്കണം എന്തിനാണ്? അങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കുക. അക്ബർ അതിനകത്ത് നല്ല രീതിയിൽ അക്ബർ അങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റും. ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്നെ നെഗറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ചെയ്താൽ മാത്രമേ ആക്കുള്ളൂ. അക്ബർ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അക്ബർ അങ്ങനെ നെഗറ്റീവ് ആക്കും? അനുമോൾ PR ചെയ്താൽ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളാണ് ഒരാളെ നെഗറ്റീവും പോസിറ്റീവും പറയണത്. അല്ലാതെ PR കൊണ്ട് ഒരാളെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ പറ്റില്ല. എങ്ങനെ AI വീഡിയോ ചെയ്യോ അക്ബർ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്തു ആക്കാൻ പറ്റുമോ? എന്ത് ഈ നമ്പറൊക്കെ ഓർത്തിരിക്കോ? ഇല്ലാന്നേ. എങ്ങനെ നമ്പർ ഓർത്തിരിക്കും? നീ എന്താ പറഞ്ഞേ? ഈ PR എന്ന വ്യക്തി ചിലപ്പോ ബിഗ് ബോസ് എന്ന ഷോ ചിലപ്പോ ഒരു 2 മാസം മുമ്പായിരിക്കും വിളിക്കുന്നത്. ആ 2 മാസത്തിന് ഒരാളെ കണ്ടുപിടിക്കുക, PR സോഷ്യൽ മീഡിയ മാനേജർ ഒരാളെ കണ്ടുപിടിച്ചെന്നായിരിക്കും. ആ നമ്പർ കാണാപ്പാടം എങ്ങനെ പഠിക്കും? എന്റെ നമ്പറിനെ കാണാപ്പാടം പഠിച്ച് ഞാൻ കുറെ ടൈം എടുത്തില്ല. പിന്നെ 100 ദിവസം കൂടെ നിൽക്കുമ്പോ നമ്മള് പാനിക്കാവും. ഇനി എത്ര വലിയ ബുദ്ധിമാനകത്ത് പോയാലും ഇപ്പൊ ഞാൻ ഉദാഹരണം സാബുക്ക, ഞാൻ കണ്ടതില് ബിഗ് ബോസ് കണ്ട ഏറ്റവും ഒരു കിടിലൻ പ്ലെയർ സാബുക്ക. കാരണം ഞാൻ അതിൽ ഫേസ് ചെയ്ത ഒരാളാണ്. സാബുക്ക് ഒരു കിടിലൻ പ്ലെയർ ആണ്. പിന്നെ ഒരുപാട് ഇതുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അത് ഈ മീഡിയയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് അയാളുടെ. അയാൾക്ക് പോലും ഈ ഒരു ബുദ്ധിയൊന്നും വന്നിട്ടില്ല. ഏത് പുറത്തുള്ള ആളെ ഇമേജ് കളയണം, അകത്തുള്ള ആളെ അത് നമ്മളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ പേളിനെയും ശ്രീനിഷൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഒരു ഇതൊന്നുമില്ല. ഒരു ഇതുപോലെ ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ അങ്ങനെ ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ഒരാളെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നമ്പർ വന്നു, അത് പറഞ്ഞു, അവര് പോയി, ഇങ്ങനെ പോയി, സാധനമൊന്നുമില്ല. ഇത് ഈ സീസണിൽ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ഷോ ആയിട്ട് ഗെയിം കളിക്കുന്നവര് ചീപ്പ് ഷോ ഗെയിമിംഗ് ആണ്. അതിനിപ്പോ എന്താ പറയാ, വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള ഒരു വിജയം അത് നിലനിൽക്കില്ല. വിജയമാണെങ്കിലും ഫെയിം ആണെങ്കിലും എന്താണെങ്കിലും അത് നിലനിൽക്കില്ല. അതിപ്പോ ആര് കളിച്ചാലും വ്യക്തിഹത്യ ചെയ്തിട്ട് കപ്പ് നേടിയ ഞാൻ അനുമോൾ സപ്പോർട്ട് ചെയ്യില്ല. അനുമോൾ ഒരാളെ വ്യക്തിഹത്യ അതിനകത്ത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത് ഞാൻ അനുമോൾ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ അനുമോളത്ത് ഞാൻ മ്യൂച്വലായിട്ട് നിൽക്കും. എന്നിട്ട് പുറത്തേണ്ട് ഞാൻ അവള് ഈ മോളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കാര്യം പറ്റാതെ മെയിൻ റീസൺ നീ ആ വ്യക്തിയോട് വ്യക്തിഹത്യ ചെയ്തത്. ഇപ്പൊ റീസെന്റ് അനുമോൾക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ
അനുമോൾ അനീഷ് തമ്മിൽ പ്രണയം എന്നൊക്കെ ഒരു സാധനം പറഞ്ഞു. എന്ത് പ്രണയം? ഒരാൾക്ക് അനീഷിന് ഇപ്പൊ അനുമോളിന് ഇഷ്ടം തോന്നുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ അനുമോൾക്ക് അനീഷിന് ഇഷ്ടം നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതൊരു ഗെയിമിന്റെ വശമല്ല. ഗെയിമിന്റെ ഒരു പ്ലാൻ ആണെങ്കിൽ സീസൺ തുടങ്ങുമ്പോൾ ഒരു വീക്കോ 2 വീക്കോ ആയിട്ടുള്ള പ്ലാൻ ചെയ്ത് അതാണ് ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഇത് സീസൺ തീരാൻ 3, 4, 5 ദിവസത്തുള്ള സമയത്താണ് അനീഷ് അത് പറയുന്നത്. തോന്നിയതുകൊണ്ടായിരിക്കും. അപ്പൊ പക്ഷെ അനുമോൾക്ക് ഭയമുണ്ട്. അനുമോൾക്ക് ബുദ്ധിയിലാന്ന് അല്ലെങ്കിൽ ഇതിലാന്ന്. അനുമോൾക്ക് അറിയാം ഇത് ചാനൽ കാണുന്നു, TV കാണുന്നു, അവൾക്ക് പറയാൻ പേടി, ഓഡിയൻസ് എന്ത് വിചാരിക്കും. പിന്നെ അവള് ഏജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ അവളുടെ തെറ്റിദ്ധാരണയാണ്, തെറ്റായിട്ട് ചിന്താഗതിയാണ്. അല്ല ഇപ്പൊ കോണ്ടസ്റ്റന്റ് പറയുന്നത് എനിക്ക് തോന്നുന്നു അനുമോൾ അവിടെ സ്റ്റാർ മാജിക്കിൽ നമുക്ക് തങ്കച്ചൻ അനുമോൾ ഒരു ട്രാക്ക് ഒരു എനിക്ക് ആ ഫണ്ണുകളൊക്കെ ഈ അനീഷേട്ടനോട് കാണിച്ചപ്പം അനീഷേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ച കണ്ടസ്റ്റന്റുകളൊക്കെ പറയുന്നത് അനുമോൾ ആശ കൊടുത്തിട്ടാണ്. അനുമോളും അനീഷും അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കിട്ടിരുന്നു. അതില് അനീഷിന് ഓൾറെഡി അനുമോളിന് ചെറിയ ഇഷ്ടം ഉണ്ടാവും ചിലപ്പോൾ. കാര്യം നമുക്ക് ചില ആളുകളോട് ഒരു ചെറിയൊരു അടുപ്പം തോന്നും. അത് സ്വാഭാവികമാണ്. ബിഗ് ബോസ് എന്ന ഷോയില് നമുക്ക് ആകെ കംഫർട്ട് കിട്ടുന്ന ഒരു 1, 2, 3 വ്യക്തികളെ. അതിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയോട് ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു അടുപ്പം ഒരു തോന്നും. അത് എല്ലാ സീസണും ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു അട്രാക്ഷനും ചെറിയ ചെറിയ സ്പാർക്കൊക്കെ. അവര് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അനുമോൾ അതില് അധികം സീരിയസ് ആയി പോയപ്പോ അനുമോൾ എൻഗേജ് ആയില്ല. അനുമോൾ ഫണ്ണായിട്ട് അല്ലെങ്കിൽ അനീഷ് ഒരു ഫണ്ണായിട്ട് ആദ്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നത്. ഷാനവാസ് അതിൽ കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സീസൺ കണ്ടിരുന്നപ്പോൾ ഞാൻ തിരിച്ച് എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അത് ഇത്രയും അല്ല അനുമോൾക്കും അനീഷില്ലാത്ത പ്രശ്നം വന്ന ആളുകൾക്ക്, അനീഷിനും അനുമോൾക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ഇവർക്ക്? എനിക്ക് തോന്നുന്നു റീ എൻട്രിക്ക് ശേഷം അവിടെ നിന്നവർക്ക് വരെ ഡൗട്ട്. ഇപ്പം അതിലെ നൂറൊക്കെ അനുമോളെ തോന്നുന്നില്ല അവള് തമാശ എന്ന് പറഞ്ഞ ആൾക്കാർ വരെ കാണിക്കാക്കിയത്. ഇവര് ഈ റീ എൻട്രിയിൽ പുറത്തുള്ള കാര്യങ്ങള് പുറത്തുള്ള ഇത് അറിഞ്ഞിട്ട് വന്നിട്ട് അകത്ത് കയറിയിട്ട് എല്ലാരും പാനിക്കാക്കി കളഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതിനൊരു അനീഷ് നെഞ്ചുവേനെടുത്ത് അനീഷിനെ എന്തോ കൺഫസ് റൂമിൽ എന്തോ ജസ്റ്റ് ഒരു വയ്യായ്മ എന്തോ കൺഫസ് റൂമിൽ എന്തോ പോകേണ്ട വന്നു. എനിക്കതില് ഏറ്റവും ക്വാളിറ്റി വന്നത് ഷാനവാസിക്ക് ഇങ്ങനെ അനുമോളെ ഇങ്ങനെ സൂചിപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. തെറ്റ് കണ്ടാ പറയുമ്പോ ലാലേട്ടന്റെ എപ്പിസോഡിലല്ല. അപ്പൊ ഇപ്പം ഈ ഇന്നലെയോ മിനിങ്ങാനത്തെ എപ്പിസോഡിലെ ഷാനവാസ് ഇവരുടെ ഇഷ്യൂ തീർത്തപ്പോ ഷാനവാസ് പറഞ്ഞു എനിക്ക് തന്നെ നിന്നോട് സഹതാപം തോന്നുന്നു, എനിക്ക് തന്നെ ഒരു പശ്ചാത്താപം തോന്നുന്നു. എന്താ പറയാ ഇവരെല്ലാരും കൂടി ഇങ്ങനെ ആക്രമിച്ചപ്പം നീ ഇങ്ങനെ കേട്ട് നിൽക്കുന്നു എന്നൊരു ഡയലോഗ് ഇങ്ങനെ. കാരണം ഷാനവാസ് ആണ് ഇപ്പൊ അതിലെ 100 അനുമോളുടെ ഇഷ്യൂ ഒക്കെ സോൾവ് ആക്കാനൊക്കെ സഹായിച്ചും പോയിട്ട്. അപ്പൊ ഷാനവാസൊക്കെ പറഞ്ഞു എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നുന്നു, കാരണം അങ്ങനെ ചെയ്യണ്ടേ, നീ എങ്ങനെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നു. അപ്പൊ അനുമോള് പറഞ്ഞു ഫുൾ ബ്ലാങ്ക് ആയിക്ക, 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അത്രയും അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കി അത് നല്ല കാര്യം. അനുമോൾ അത് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള എനിക്കൊരു ഞാൻ തന്നെ ചിന്തിക്കുക. അനുമോൾ ഇതിൽ പിടിച്ചു നിൽക്കുന്നില്ലേ, വലിയൊരു ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. അനുമോൾ ഈ ദിവസങ്ങൾക്ക് അവിടെ എനിക്കൊക്കെ പ്രാന്ത് പിടിക്കും. ഞാനാണെങ്കിൽ ഒന്ന് എല്ലായിടത്തും പോടാ നിൽക്കും. അനുമോൾ ഇങ്ങനെ നിക്കാ അത്രേ ഉള്ളൂ. ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ആലോചിക്കണം. ദൈവമേ, ഞാനും വൈഫും കൂടി പറയാ പാവല്ലേ അവസ്ഥ. അയ്യോ സത്യം കേട്ടോ, ഞാനും വിചാരിക്കുന്നത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ നെഞ്ചും പൊട്ടി. ആരും ഈ ശൈത്യ എന്ന് പറഞ്ഞ അനുമോളെ ഇന്റിമേറ്റ് സുഹൃത്തായിരുന്നു. അവര് വന്നിട്ട് ഫുള്ള് അപ്പൊ ഇക്ക പറഞ്ഞു ഇപ്പൊ സീസൺ 1 നിങ്ങൾ എന്താ ഗ്രാൻഡ് ഫിനാലിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു. അതെ അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എനിക്ക് ഒരു ധാരണ ഇല്ല ഇപ്പൊ ഈ കണ്ടസ്റ്റൻസ് വരുമെന്നുള്ള ധാരണ നമുക്ക് അറിയില്ല. നമുക്ക് ഇങ്ങനെ പ്ലാൻ ഒന്നും ഇത് കാര്യം ബിഗ് ബോസ് ഷോ ഒരു പ്ലാൻ ഇല്ലാത്ത ഷോ ആയിരുന്നു അന്ന്. പെട്ടെന്ന് വന്ന് പടപടാന്നുള്ള ഒരു എൻട്രിയും വന്നു എല്ലാരും. അതുപോലെ തന്നെ ആയിരിക്കും സീസൺ 7 നിൽക്കുമ്പോൾ ഇപ്പൊ ആരും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പൊ അനുമോളും അതിലെ 100 വിചാരിച്ചത് വല്ല ആർട്ടിസ്റ്റുകൾ വരുമോ, അപ്പോഴാണ് ഇവരെല്ലാരും വരുന്നതും സ്റ്റേ ചെയ്യുന്നതും. ആ സമയത്ത് ഇപ്പൊ ഒരു വലിയൊരു ആരോപണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരിക ചേച്ചിക്ക് ഒരു ഡൗട്ട്, അനുമോൾക്ക് എന്തോ ശാരിക ചേച്ചിയോട് ഇഷ്ടം, ഒരു ക്രഷോ സംതിങ്, അത് അതിലോട് 100യോടാണ് ശാരിക ചേച്ചി. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ശാരികക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. നിങ്ങൾക്ക് അറിയാലോ ഷാരിക അനുമോൾ സ്ട്രൈറ്റ് ആണ്, അതെനിക്കറിയാം. അനുമോൾ സ്ട്രൈറ്റ് ആണെന്ന് എനിക്കറിയാം. പിന്നെ ഷാരിക അങ്ങനെ ഒരു ടോക്ക് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളെ നെഗറ്റീവ് ആക്കുക, ഒരാളെ ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഇട്ടിട്ട് നെഗറ്റീവ് ആക്കാൻ പാടില്ല. നെഗറ്റീവ് പറഞ്ഞോട്ടെ. പക്ഷെ ഇതുപോലെ ഒരു അനുമോള് ഷാരികയോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഷാരിക അനുമോള് താല്പര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരാളെ സെക്ഷുവലി അങ്ങനത്തെ സാധനം ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വലിയൊരു ആരോപണമാണ്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിഹത്യ, ഞാൻ നേരത്തെ പറഞ്ഞു, വ്യക്തിഹത്യ ചെയ്തിട്ട് ഷാരിക ഇനി വെളുക്കാൻ ശ്രമിച്ചാലും ഇനി കറക്കാൻ ശ്രമിച്ചാലും
നടക്കൂല. ഷാരിക എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഹോട്ട് ഷാരി സീറ്റാ, ചേച്ചിക്ക് അത് നിങ്ങൾ എനിക്കിപ്പോഴും ഹോട്ട് സീറ്റ് എന്ന് പരിപാടി ഇരുന്നിട്ട് എന്നെ കൊറേ ഡയലോഗ് അടിച്ചാണ്. പക്ഷെ ഹോട്ട് സീറ്റ് അങ്ങനത്തെ ഒരു ഷോ അല്ല, എന്ത് ഹോട്ടാണെങ്കിലും എന്ത് കൂളാണെങ്കിലും ഞാൻ ഭയങ്കര കൂളായിട്ടുള്ള മനുഷ്യനാണ്. കൂളായിട്ടുള്ള മനുഷ്യൻ കൂളായിട്ട് ബിഹേവ് ചെയ്താൽ മതി. ഹോട്ട് സീറ്റ് അങ്ങനെ ആയിക്കോട്ടെ. ഒരു ഷോയുടെ പാറ്റേൺ ഇങ്ങനെ ഇപ്പൊ കെന്നയുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കെന്ന ബിഹേവ് ചെയ്യാൻ പോകും അല്ലെ, ചോദ്യങ്ങളും. ഇപ്പൊ ഞാൻ ഒരു ഭയങ്കര വയലൻസ് മാനാണ്, എന്നോട് വയലൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ ഷോ കുളമാക്കാൻ പാടില്ല. മനസ്സിലായി. പക്ഷേ ഇല്ലേ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭാഷണമാണല്ലോ, എന്റെ ഷോ പോലെ അല്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഇനി അങ്ങനെ ആയിക്കോട്ടെ. എന്നിട്ട് ആ ഒരു ഷോ പോലെ ആയിട്ട് പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയിട്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് മോശമാണ്. അത് ഷോ അല്ല, അതൊരു വ്യക്തിനെ ഇപ്പൊ ആ ഹോട്ട് സീറ്റിൽ പോയിട്ട് എന്നെ കുറെ ആളുകള് എനിക്ക് ഇതിൽ പറയാൻ പാടില്ല, അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആണിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് സ്ത്രീ തന്നെയല്ലേ. ഷാരിക ഷർട്ടും പാനും ഇഞ്ചി ചെയ്തിട്ട് വന്നിരുന്നു ഒരു ആണിനെ പോലെ, ഇങ്ങനെ എന്താണ് അതുപോലെ ഇത്. പക്ഷെ അവർ സ്ത്രീ തന്നെയാണ്. ഞാൻ ആ സ്ത്രീ എന്ന രീതിയിൽ അവരെ ഭീകരമായിട്ട് റെസ്പെക്ട് ചെയ്തായിരുന്നു. അത് നേരെ മറിച്ച് പുരുഷനായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും, അത് വേറെ രീതിയിൽ എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. അത് അപ്പൊ ഷാരിക ഇപ്പൊ ചെയ്തത്, ഇപ്പൊ അനുമോള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിരുന്നു. ഞാൻ പിന്നെ ഇതൊന്നും സംസാരിക്കുന്നത് അവള് അറിഞ്ഞാൽ അവള് പറയാൻ പോകുന്ന സെയിം ടോപ്പിക് തന്നെയായിരിക്കും. ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയുള്ളതല്ലേ, പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ സംസാരിക്കണേ. പിന്നെ അനുമോൾക്ക് അറിയാം ഒരാളെ എങ്ങനെ നിർത്തണം, ഒരു സ്ത്രീയെ എവിടെ നിർത്തണം, ഒരു പുരുഷനെ എങ്ങനെ നിർത്തണം, ഗുഡ് ടച്ച് എന്താ, ബാഡ് ടച്ച്, അതൊക്കെ അവൾക്ക് അറിയാൻ പറ്റും. അവൾക്കറിയാം, അതൊക്കെ അവള് അത് പഠിച്ചു വന്ന ഒരാളാണ്. അവളുടെ വീട്ടിൽ അവളെ അമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവളെ വളർത്തിയേക്കണം, അവളെ ചേച്ചിയൊക്കെ അടിപൊളിയാണ്. അപ്പോ ഷാരിക നിങ്ങൾ പറയാൻ പാടില്ല. ഇനിയിപ്പോ അനുമോളുടെ പേഴ്സൺ എന്ത് ഗഡ്ജ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം ഒന്നല്ല പറയണ്ടേ. അസൂയയും കുശുംബിനും മരുന്നില്ല. കഷണ്ടിക്ക് ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. പക്ഷെ കുശുംബിന് അസൂയക്ക് ഇതുവരെ ദൈവം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഷാരിക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു പേഴ്സണൽ എന്തെങ്കിലും ഇപ്പൊ അനുമോൾ പറഞ്ഞിട്ട് നേരത്തെ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് മറക്കുക. അതാണ് അതിനുള്ള ഏറ്റവും മറവിയാണ് അസൂയക്കും കുശുംബിനും ഉള്ള മരുന്ന് എന്ന് ഞാൻ പറയുന്നു. മറവി മറക്കാൻ കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ്. വെറുക്കാനും മറക്കാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന മനുഷ്യന് മാത്രമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഷെയ്ക്കാനും എടുത്തിട്ട് മുന്നോട്ട്, അല്ലാതെ ചുമ്മാ ആ പെണ്ണ് ഒരു മോശം സ്ത്രീ ആക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഇപ്പൊ ഈ മറവിയുടെ കാര്യം ജിസേല് പറഞ്ഞു, നിങ്ങളൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ജിസേലൊക്കെ വെരി പ്രൊഫഷണൽ ആണ്. ജിസേൽ ഇന്ത്യ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആണ്, എക്സ് കണ്ടസ്റ്റന്റ് ആണ്. അത് കാര്യങ്ങളൊക്കെ മറന്ന് ഒരു ഷോ കഴിഞ്ഞാൽ ആ ഷോ മറക്കുക. ഈ പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു, ഈ പ്ലേറ്റ് നമ്മൾ തലേ ചുമന്ന് നടക്കുവോ? ഉണ്ടോ? ഈ പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു, ഇത് നമ്മൾ തലേ ചുമന്ന് നടക്കുവോ? ഇല്ലല്ലോ. ഈ ഗ്ലാസ് കുടിച്ച് നമ്മൾ കൈ പിടിച്ച് നടക്കുവോ? ആ ഷോ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഷോ മറക്കുക, അല്ലാതെ അതും പിടിച്ച് ഇങ്ങനെ നടക്കണം ജീവിതകാലം മൊത്തം. ഇതൊക്കെയാണ് ഷാരികടുത്ത് എനിക്ക് പറയേണ്ട. പൊന്നു ഷാരിക, നിങ്ങൾക്ക് ഹോട്ട് സീറ്റും കൂൾ സീറ്റും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. ചുമ്മാ നിങ്ങൾ അനുമോളെ വിടുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഷാരികനെ ഇപ്പൊ ഈ മൈൽ സ്റ്റോൺ തന്നെ ഞാൻ പറയാൻ കാര്യം, ഷാരികനെ എനിക്ക് മൈൽ സ്റ്റോൺ വഴിയാണ് പരിചയം. എന്തായാലും ഷാരികനെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇത് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ വേറെ എന്തെങ്കിലും തിരക്ക് പിടിച്ച് ഞാനിത് മനസ്സിൽ വെച്ച് നടക്കുന്നില്ല. അപ്പൊ ഈ ടോപ്പിക് ഒന്നുണ്ട്, ഷാരിക മൈൽ സ്റ്റോണിന്റെ ഒരു ഇതായതുകൊണ്ട് ഇവിടെ തന്നെ ഇത് പറയാ. ഷാരിക നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഗൾഫിൽ വരാൻ കിടക്കുകയാണ്. ചുമ്മാ അനുമോളിന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആളുകളുടെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോ ഈ ഷോയില് ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചു എന്നയുടെ ഷോയില് ഞാൻ ആരിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് മാപ്പ് പറയുന്നുണ്ട്. പരിപാടി കൈലാസ് ആർക്കും എന്നോട് ഒരു വിഷമം തോന്നാൻ പാടില്ല. കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. ചിലത് ചിലപ്പോൾ ചിലർക്ക് നെഗറ്റീവായിട്ട് തോന്നും, ചിലപ്പോൾ പോസിറ്റീവായിട്ട് തോന്നും. എന്താണെങ്കിലും ആരെങ്കിലും പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ആരിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉള്ളിൽ പറഞ്ഞൊന്നുമല്ല. എനിക്കത് ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ കാര്യമാണ്. ഞാനത് മനസ്സിൽ കൊണ്ടുനടക്കണമെന്നില്ല, അവരും കൊണ്ടുനടക്കാൻ പാടില്ല. ഇവിടെ കഴിഞ്ഞു കലാസ്. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാണ്. ഇപ്പം അനുമോളിന്റെ അടുത്ത് എല്ലാരും ചോദിക്കണം, അനുമോളിന് ഫ്രണ്ട്സ് ഇല്ല, അനുമോള് ഫ്രണ്ട്സ് ആക്കിയാൽ തന്നെ എന്താ പറയാ അവരായിട്ട് പെട്ടെന്ന് ഉടക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, വേറെ എന്താ ഒന്നോ രണ്ടോ ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ അനുമോളുടെ ഫ്രണ്ടാണ് ചോദിക്കുക, അനുമോളിന് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമാണ് ഉള്ളോ? എന്തുകൊണ്ട് പ്രശ്നമില്ല. ഈ അവളെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഇൻസൈഡ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ നിന്നിൽ നിന്ന് ആ ഒരു സാധനം റിഫ്ലക്ട് ചെയ്യുന്നതിൽ അവൾക്ക് പെട്ടെന്ന് പിണക്കം വരും. അതാണ് അവള് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കെന്നയായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ കെന്നയായി നമ്മൾ ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പോസിറ്റീവോ നെഗറ്റീവോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞു. ഇത് ഇവിടെ കഴിഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല. കലാസ്. അപ്പൊ അനുമോൾ എന്ന് പറഞ്ഞ ഈ ഇന്റർവ്യൂ പ്രതീക്ഷിച്ചിട്ട് ഭയങ്കര പ്രതീക്ഷയിലൂടെ ഇരിക്കുന്നത്. അതൊരു ബന്ധമാണെങ്കിലും അതിപ്പോ അനുമോള് നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചാൽ പോലും ആ എനിക്കും എന്നെ നാളെ ഫുഡ് വാങ്ങിച്ചിരുന്ന പ്രതീക്ഷയോടെയാണ് അവിടെ ഇരിക്കുന്നത്. അതൊരു ഓരോ ആളുകൾ ഓരോ രീതിയാണ്. അനുമോൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. ആ സാധനം കിട്ടിയില്ലെങ്കിൽ അവൾ പെട്ടെന്ന് വയലന്റ് ആവും.
അതാണ് ഈ ഷോയിൽ കാണുന്നത്. അത് മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ. അത് അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയാണ് അവളെ എക്സ്പെക്ടേഷൻ എല്ലാവരും പ്രതീക്ഷിക്കും. ഞാനിപ്പോ ആദിലെ സപ്പോർട്ട് ചെയ്ത് ആദിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ആദിൽ ചെയ്യില്ല. ഇത് ബിഗ് ബോസ് ഷോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പോയി മറ്റേ അതിന് പോയ ഷോ അല്ല. ഇത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഗെയിം കളിച്ചു ഒരാൾ വിജയിക്കാൻ വേണ്ടി പോയ ഷോ ആണ്. അനുമോൾ ഇത് വിചാരിച്ചാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നീ എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ നോറെ സപ്പോർട്ട് നോർ എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ സോറി നമ്മുടെ ഷാനവാസ് എന്നെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഞാൻ ജിഷിനെ സപ്പോർട്ട് ചെയ്യും, ജിഷിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവളുടെ വിചാരം. അവൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. അതാണ് പ്രശ്നം. അവളിങ്ങനെ വലിയ ഗെയിമായിട്ടൊന്നും എടുത്തിട്ടില്ല. അവള് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ കിട്ടും, അത് വാങ്ങിക്കുക, ഒന്ന് അവൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കുക, സെറ്റിൽ ആവുക എന്ന് വിചാരിച്ച് പോയ ഒരാളാണ്. എനിക്കറിയാം അവളെ. ബിഗ് ബോസിൽ പോകാൻ കാരണം സാമ്പത്തികം എന്നൊരു കാര്യമാണ്. അല്ലാതെ 16 ലക്ഷം രൂപ കൊടുക്കാനാണെങ്കിൽ അവള് പോകില്ല. മനസ്സിലായോ? 16 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവള് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായിട്ട് എന്തിനു കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അനുമോള് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് 16 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാന്ന് റിപ്പീറ്റ്ലി ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഉള്ള കാര്യമാണ്. സത്യമായിട്ട് അങ്ങനെയാ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ചേച്ചിയായിട്ടും വൈഫായിട്ട് വരുന്നുണ്ട്. വൈഫായിട്ട് വരിക. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ബൈ ബൈ. ഓക്കെ.